താങ്കൾ 3 സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് 1983 ആണ്, രണ്ടാമത് ക്യൂൻ എന്ന മൂവിയാണ്, കാനെ കാനെ കുയിനോട്. അല്ലെ, 3 സൂപ്പർ ഹിറ്റാണ്. 3 പ്രൊഡ്യൂസർക്ക് പണം ഉണ്ടാക്കി തന്ന സിനിമകളാണ്. എങ്ങനെയാണ് ഈ സിനിമാ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത്? നമ്മളൊക്കെ ആരാധിക്കുന്ന APJ അബ്ദുൽ കലാം വരിക, 24 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ ഒരു കോളേജ് ഇനോഗ്രേറ്റ്, അതൊക്കെ സ്വപ്നത്തിൽ മാത്രം നടക്കുന്നത്. അപ്പൊ ശരിയാണ്, ശംസുദ്ദീൻ പറഞ്ഞത് ശരിയാണ്, നമ്മൾ വലിയ സ്വപ്നം കണ്ടാൽ അതൊക്കെ നടക്കും. ബിസിനസിനേക്കാൾ ഒരു സക്സസ് റേറ്റ് ഉള്ളത് സിനിമയിലാണെന്നാണ് എന്റെ കണ്ടുപിടുത്തം. നേരെ തിരിച്ചാണ്. നമ്മുടെ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം, ഇവിടെ സ്റ്റുഡൻസ് പ്രോജക്റ്റുകൾ ചിലപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക, അത്ര ഒരു സീരിയസ്നെസ് കൊടുക്കുന്നല്ലോ. അവിടെ ആ സീരിയസ്നെസ് കൊടുത്തതിന്റെ ഭാഗമായിട്ടാണ് ഈവൻ ഗൂഗിൾ പോലും ഉണ്ടായിട്ടുള്ളത്. ഗൂഗിൾ പോലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. അപ്പോൾ ആ ഒരു സിസ്റ്റം എങ്ങനെ നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റും, അതാണ് മെൻറ്ററിൻ്റെ ഒരു കൺസെപ്റ്റ്. എല്ലാ ആൾക്കാരും ലൈഫിൽ ചെയ്യുന്നത് പ്രോബ്ലം സോൾവിങ് ആണല്ലോ. ആ പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റ് അവിടെ നിന്നുണ്ടാവും, ആ ഒരു തിങ്കിങ് അവിടെ നിന്നുണ്ടാവും, ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവും. ഇത് സ്റ്റുഡൻസിൽ ഉണ്ടാക്കുന്ന എക്സ്പോഷർ ഭയങ്കര അധികമാണ്. അവൻ നാളെ ബിസിനസ് ചെയ്തില്ലേ പോലും അവനൊരു സ്ഥാപനത്തിൽ പോയ പോലെ അതാണ് നമ്മൾ ലക്ഷ്യം. ഒരു 1000 സ്റ്റാർട്ടപ്പ് എങ്കിലും മെൻറ്ററിൽ നിന്ന് അടുത്ത 5 years കൊണ്ട് ഉണ്ടാവണം. ഒരു 10,000 പ്ലേസ്മെന്റ്സ് ഉണ്ടാവണം, ഹൈ സാലറിഡ് പ്ലേസ്മെന്റ്സ്. പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്. വളരെ ചെറുപ്രായത്തിൽ സംരംഭത്തിലേക്ക് ഇറങ്ങുക, അതും ജീവിത സാഹചര്യം അങ്ങനെ ആയതുകൊണ്ട് 24 വയസ്സിൽ സിനിമ പ്രൊഡ്യൂസർ ആവുക മലയാളം ഇൻഡസ്ട്രിയിൽ, അത് സൂപ്പർ ഹിറ്റ് ആക്കുക. അത് മാത്രമല്ല വളരെ ചെറുപ്രായത്തിൽ തന്നെ വലിയൊരു പ്രസ്ഥാനം തുടങ്ങി വെച്ച് വിജയിപ്പിക്കുക. ഇതൊക്കെ നമുക്ക് സിനിമകളിൽ മാത്രം കണ്ടുവരുന്ന കാര്യമായിട്ട് തോന്നിയേക്കാം. എന്നാൽ ഇത് സിനിമയല്ല, റീലല്ല, യഥാർത്ഥ ജീവിതമാണ്. ഹായ്, ഞാൻ ഷമീം റഫീഖ്, കോർപ്പറേറ്റ് ട്രെയിനർ, ബിസിനസ് കോച്ച്. സ്പാർക്കുള്ള ഒരു പുതിയ എഡിഷനിലേക്ക് സ്വാഗതം. സിനിമയും സംരംഭവും ഒക്കെ ഒരേപോലെ കൊണ്ടുവരുന്ന, സിനിമയ്ക്ക് പിന്നിൽ നിന്ന് വിജയം കൊയ്ത ഒരു ചെറുപ്പക്കാരനാണ് എന്നോടൊപ്പം, എൻ്റെ സുഹൃത്തു കൂടിയായ ഷംസുദ്ദീനാണെന്ന് ഹോട്ട് സീറ്റിലിരിക്കുന്നത്. ഷംസുദ്ദീൻ, സ്വാഗതം സ്പാർക്കിലേക്ക്. താങ്ക് യു സർ. ഞാൻ വർഷങ്ങളായിട്ട് ഷംസുദ്ദീനുമായിട്ട് പരിചയമുണ്ട്. എന്തെങ്കിലും ഈ ഹോട്ട് സീറ്റിൽ വന്നിരിക്കാൻ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. വളരെ സന്തോഷം ഇന്ന് ഈ സ്പാർക്കിൻ്റെ ഹോട്ട് സീറ്റിൽ കണ്ടതിൽ. ഷംസുദ്ദീൻ്റെ നാട് എവിടെയാണ്? തൃശ്ശൂരാണ്. തൃശ്ശൂർക്കാരനാണ്. ഈ തൃശ്ശൂർക്കാർ സംരംഭം തലക്കി പിടിച്ച ആൾക്കാരാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ വിജയിച്ച സംരംഭകർ പലരും തൃശ്ശൂർക്കാരാണ്. യൂസുഫ് അലി സാറ് തൊട്ട്, കൊച്ചൗസ ചിറ്റുള്ളി സാറ് തൊട്ട്, ജോയാലുക്ക തൊട്ട്, അല്ലേ? താങ്കൾ പഠിച്ചതൊക്കെ എന്തായിരുന്നു? ഞാൻ പഠിച്ചത് ശരിക്കും സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഉമ്മച്ചി തന്നെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നുണ്ടെങ്കിൽ SMT എന്ന് പറഞ്ഞ ചേലക്കരയിലെ ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്, മലയാളം മീഡിയം സ്കൂളായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് നവോദയ വിദ്യാലയ എൻട്രൻസ് കിട്ടി. നവോദയ വിദ്യാലയത്തിൽ പഠിച്ചു. പിന്നീട് എഞ്ചിനീയറിംഗ് ആണ് എന്നെ ഒരു വഴിത്തിരിവിലേക്ക് കൊണ്ടുവന്നത്. എഞ്ചിനീയറിംഗ് പഠിച്ചത് സെന്റ് മൈക്കിൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആണ് മധുരയിലാണ്. മധുര കാളയർകോവിൽ എന്ന് പറയുന്നത്. താങ്കളുടെ പാരന്റ്സ് ആരെങ്കിലും ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും ആണോ? ഇല്ല, എൻ്റെ പാരന്റ്സ് രണ്ടുപേരും ഗവൺമെന്റ് എംപ്ലോയീസ് ആയിരുന്നു. ഫാദർ പോലീസിലായിരുന്നു, മദർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു. താങ്കൾ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയത്താണ് അവിടെ നിന്നൊരു പണം ഉണ്ടാക്കണം എന്നുള്ളൊരു പ്രത്യേക ഒരു സാഹചര്യം തന്നെ ഉരുത്തിരിഞ്ഞു വന്നത്. എന്തായിരുന്നു അത്? ശരിക്കും എനിക്ക് ചെറുപ്പം മുതൽ പക്ഷേ എനിക്ക് ബിസിനസ്സിലേക്ക് വരണം എന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ അതിനുള്ളൊരു സാഹചര്യം ഒരുക്കിയത് ആ കോളേജിൽ പഠിക്കുമ്പോഴാണ്. കാരണം എനിക്ക് ഫീസ് അടയ്ക്കാൻ കുറച്ച് പെൻഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുണ്ടായത് തന്നെ ഒരു ഏജൻറ്റ് എന്നെ ഒരു എക്സ്ട്രാ ഫീസ് ഇട്ടിട്ട് ചതിച്ചാണ് ആക്ച്വലി. അപ്പം കോളേജിൽ ചെല്ലുമ്പോഴേ അറിയുന്നത് ഇത്ര കുറച്ച് ഫീസ് കൂടുതലുണ്ടെന്ന്. അപ്പോൾ കോളേജിനെ സംബന്ധിച്ച് ഞാൻ കോളേജിൽ ഫീസ് അടയ്ക്കണം, എൻ്റെ കയ്യിൽ അതില്ല, അത്രയും അടയ്ക്കാനില്ല. ഓൾറെഡി പാരൻസ് അത്യാവശ്യം നല്ലൊരു ഫീസ് അടയ്ക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു NRI കോട്ട ഫീസ് എന്ന് പറഞ്ഞാൽ ഒരു 50,000 എക്സ്ട്രാ ആയിരുന്നു. സത്യം പറഞ്ഞാൽ അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കോളേജ് മാനേജ്മെൻറ്റ് വൈസ് ചെയർമാൻ കേരളത്തിൽ വന്നപ്പം സ്റ്റാലിൻ സാറിനെ പോയി കണ്ടതാണ്, ഈ ഫീസ് ഒന്ന് കുറച്ച് തരണം എന്ന് പറഞ്ഞു. പക്ഷേ സാറിൻ്റെ കൂടെ നിന്നിട്ട് സാറിനെ ആക്ച്വലി ഹെൽപ്പ് ചെയ്തിട്ടാണ് തുടങ്ങുന്നത്. ആ കോളേജിനെ കേരളത്തിൽ മാർക്കറ്റ് ചെയ്യാൻ സ്റ്റാലിൻ സാറിനെ ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടാണ് ആക്ച്വലി ബിസിനസ്സിൻ്റെ ചെറിയ പാഠങ്ങൾ പഠിച്ചു തുടങ്ങുന്നത്. ആ കോളേജ് മാർക്കറ്റ് ചെയ്തു. അങ്ങനെ അത് ഞാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്ത് സക്സസ് ആയിട്ട് ചെയ്തു.
കേരളത്തിൽ എല്ലാ സ്ഥലത്തും ആ കോളേജിന് അതിന്റെ വേണ്ടി അന്നത്തെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഫീസ് അടയ്ക്കുക ഫീസ് അടയ്ക്കുക, അത്ര മാത്രമായി. മാത്രമേ ഉള്ളൂ. പക്ഷെ അതൊരു പഠിക്കുന്ന പിന്നീട് ഒരു കർമ്മമേഖല ആകും എന്നൊന്നും താങ്കൾ ചിന്തിച്ചില്ല അന്ന്. അന്ന് ചിന്തിച്ചില്ല. പക്ഷെ അതൊരു കർമ്മമേഖലയായിട്ട് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡ്മിഷൻസിന് വേണ്ടിയിട്ട് ഞാൻ ബിസിനസ്സായിട്ട് എടുത്തിറങ്ങുന്ന സമയത്ത് എൻ്റെ ഉമ്മച്ചി എനിക്ക് വാങ്ങിച്ചു തന്ന ഒരു മാല, ഒരു സ്വർണ്ണമാല ഉണ്ടായിരുന്നത്. അത് വിറ്റ് 5000 രൂപയ്ക്ക് ഒരു 2100 ആണെന്ന് തോന്നുന്നു, മറ്റേ നോക്കിയയുടെ പഴയ ചെറിയ handset. ഹാൻഡ്സെറ്റ്, ആ മൊബൈൽ വാങ്ങിച്ചിട്ടാണ് ഇറങ്ങുന്നത്. അപ്പം അത് മാത്രമേ ഇൻവെസ്റ്റ്മെന്റ് ആവശ്യമുള്ളൂ. കാരണം അഡ്മിഷന് വേണ്ടിയിട്ട് ആരെങ്കിലും വിളിക്കും, അവർക്ക് നമ്മൾ നല്ലൊരു കോളേജ് സെലക്ട് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കോളേജ് മാർക്കറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് സത്യം അപ്പൊ പറഞ്ഞാൽ. അന്നത്തെ ആ കോളേജ് വിട്ട് ബാക്കിയുള്ള കോളേജുകൾ മാർക്കറ്റ് ചെയ്യാൻ ഇറങ്ങിയോ? അതെ. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആദ്യത്തെ പഠിക്കുന്ന 3 വർഷവും ഞാൻ എൻ്റെ കോളേജ് മാത്രം മാർക്കറ്റ് ചെയ്തു. പക്ഷെ അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു. അത് സക്സസ്ഫുൾ ആയി ചെയ്യുമ്പോൾ തന്നെ ഏകദേശം സൗത്ത് തമിഴ്നാട് ഏരിയയിൽ, മധുര, ട്രിച്ചി, സേലം അങ്ങനെയുള്ള ഏരിയകളിലെല്ലാം ഞാൻ അത്യാവശ്യം ഫേമസ് ആയി. കാരണം ഈ കോളേജിൽ മൊത്തം സീറ്റ് ഫില്ലാവുന്നുണ്ട്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന തന്നെ നോർമലി അഡ്മിഷൻ തുടങ്ങി ഒരു 1 മന്തിനുള്ളിൽ തന്നെ സെൻറ്റ് മൈക്കിൾ കോളേജിൽ സീറ്റ്സ് ഫില്ലാവുമായിരുന്നു. അപ്പോൾ അത് ഫില്ലായതിനു ശേഷം ഞാൻ ബാക്കിയുള്ള കോളേജുകളിലേക്കും സീറ്റുകൾ ചെയ്തു തുടങ്ങി. കാരണം ആ കോളേജുകൾ ഞാൻ കംപ്ലീറ്റ്ലി മാർക്കറ്റ് ചെയ്യുമായിരുന്നു. അങ്ങനെ ആ കോളേജുകളും മാർക്കറ്റ് ചെയ്തിട്ടാണ് ആ ബിസിനസ്സിലേക്ക് പിന്നെ ഞാൻ വരുന്നത്. അപ്പൊ അതിനൊരു അന്ന് ബിസിനസ് മാർക്കറ്റ് ആയി. ചെയ്യുന്നത് എങ്ങനെയാണ്? അന്ന് കേരളം മൊത്തം നമ്മൾ അഡ്വർടൈസ്മെന്റ് ചെയ്യും. ഓരോ ഹോട്ടലുകളിൽ പോയി ഓരോ കോളേജിന് വേണ്ടിയിട്ട് സ്പോട്ട് അഡ്മിഷൻ ചെയ്യും. അതിനുശേഷം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാരൻസോ സ്റ്റുഡൻസോ വരുന്ന അവരെ കൗൺസിൽ ചെയ്യും, അവർക്ക് കോളേജിനെ പറ്റി പറഞ്ഞു കൊടുക്കും. ഈവനിങ് ബൂത്തുകളിൽ കയറി നിന്നിട്ട് ഫോളോ അപ്പ് ചെയ്യും. ഓരോ ദിവസവും ഡിഫറെൻറ്റ് ടൗണിലായിരിക്കും, 2 ദിവസം മാറിയിട്ട് ഓരോ ടൗണിലായിരിക്കും നമ്മൾ ഈ സ്പോട്ട് അഡ്മിഷൻ ചെയ്യുന്നത്. ഇത് ശംസുദ്ദീൻ ഒറ്റയ്ക്കാണ് അപ്പൊ ഇത് ചെയ്യുന്നത്? അന്ന് എല്ലാം കംപ്ലീറ്റ്ലി ഒറ്റയ്ക്കായിരുന്നു. ഒരു ഫോണും ഉണ്ട് നോക്കിയുടെ. അതിനു മുന്നേ മുന്നേ ബൂത്തുകളിലാണ് ബൂത്തുകളിലാണ് ചെയ്യുന്നത്. കാരണം നമ്മൾ ഓരോ അപ്പോൾ ഫോൺ പിന്നെ ഞാൻ തുടങ്ങിയ ഒരു 1-2 വർഷം ഫോണില്ലായിരുന്നു. മൊബൈൽ ഫോണിന് അത്ര ഇതിൽ വന്നിട്ടില്ല. അപ്പോൾ ബൂത്തുകളിൽ ഇരുന്നിട്ടാണ് കഷ്ടപ്പെട്ടിരുന്നത്. നല്ല രീതിയിൽ ആദ്യത്തെ കാലത്ത് കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് അത് താങ്കളെ സഹായിച്ചു, അതുകൊണ്ട് അതെ. പണം ഉണ്ടാക്കാൻ സാധിച്ചു അല്ലേ? അവിടെ നിന്നൊക്കെയാണ് വളരെ ചെറുപ്രായത്തിൽ തന്നെ ഒരു കോളേജ് തന്നെ തുടങ്ങാനായിട്ടുള്ള സാഹചര്യം ഉണ്ട്. എന്തായിരുന്നു അത്? അതിൽ കാരണം ഞാനിപ്പോൾ ഈ ഇത്രയും കോളേജുകൾ മാർക്കറ്റ് ചെയ്ത് വരുമ്പോൾ തന്നെ ആ കോളേജ് മാനേജ്മെൻറ്റുകളൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ തന്നെ അവരുടെ ടഫായിട്ടുള്ള ജോബുകളൊക്കെ എന്നെ ഏൽപ്പിക്കാറുണ്ടായിരുന്നു. കാരണം വെച്ചാൽ എന്തെങ്കിലുമൊക്കെ AICTയിൽ പോകുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പേപ്പർ വർക്ക് കാര്യങ്ങൾ. അപ്പോൾ ഒരു കോളേജിൻ്റെ മൊത്തം പ്രോസസ്സ് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. മാർക്കറ്റിംഗ് ഒരു 3-4 months ആണല്ലോ, ബാക്കിയുള്ള ടൈമിൽ ബാക്കി എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാനൊരു ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങണം എന്നുള്ള പ്ലാനിലാണ് ഞാൻ ആക്ച്വലി ലാൻഡും ഇതൊക്കെ നോക്കി തുടങ്ങിയത്. പക്ഷേ എനിക്കൊരു 10 ഏക്കർ ലാൻഡും ഒരു പ്രവർത്തനരഹിതം അല്ലാത്തൊരു ബിൽഡിങ്ങും എനിക്ക് വളരെ ഇതായിട്ട് കിട്ടി. ചിലപ്പോൾ നമ്മൾ എന്താ പറയുക, സ്വപ്നം കാണുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാറ്റങ്ങളുണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തേടി ഓപ്പർച്യൂണിറ്റീസ് വരും എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണമായിരിക്കും. ഞാൻ ചെറുപ്പം മുതലേ ഭയങ്കര സ്വപ്നം കാണുന്നതിന്, അതായത് എൻ്റെ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഹോബി എന്ന് പറയുന്നത് ഡേ ഡ്രീമിംഗ് ആയിരുന്നു. ഇപ്പോഴും അതുണ്ട്. വലിയ പക്ഷേ സ്വപ്നങ്ങൾ കണ്ട് നടക്കുക. അങ്ങനെ ആ ഒരു ഡ്രീമിൻ്റെ ഭാഗമായിരുന്നു ഒരു സ്ഥാപനം സ്വന്തമായിട്ട് തുടങ്ങണം എന്നുള്ളത്. അങ്ങനെ ഒരു സ്ഥാപനം എനിക്കായിട്ട് മാറ്റിയിരുന്ന പോലെ ഒരു 10 ഏക്കർ ലാൻഡും ഒരു പഴയ ബിൽഡിംഗ് കിട്ടി. അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗ് ആണ് ഫോക്കസ് ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ ഞാനൊരു MBA ഇൻസ്റ്റിറ്റ്യൂട്ട് തുടങ്ങാൻ വേണ്ടിയിട്ടാണ് ലാൻഡ് നോക്കിയിരുന്നത്. കാരണം MBA ഇൻസ്റ്റിറ്റ്യൂട്ട് ആകുമ്പോൾ 1 ഏക്കർ ലാൻഡ് മതി. എൻ്റെ കയ്യിൽ അത്ര എമൗണ്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 1 ഏക്കർ ലാൻഡ് മതി, ഒരു ബിൽഡിങ്ങും 10,000 സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിംഗ് ഉണ്ടെങ്കിൽ MBA തുടങ്ങാമായിരുന്നു. പക്ഷേ എഞ്ചിനീയറിംഗ് തുടങ്ങിയ 10 ഏക്കർ ലാൻഡും ഒരു 50,000 മുകളിൽ സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും വേണം ഇനീഷ്യലി. പിന്നെ അത് 1.5 lakh പിന്നീട് വേണം. പക്ഷേ അപ്പോൾ അങ്ങനെ ഒരു ബിൽഡിംഗ്, പഴയ ബിൽഡിംഗ് കിട്ടി. അപ്പം അതിൻ്റെ എവിടെയാണത്? തൃശ്ശൂർ ദേശമംഗലം എന്ന സ്ഥലത്ത്. അപ്പം അങ്ങനെ അതിൻ്റെ ഓണറായിട്ട് പാർട്ണർഷിപ്പിൽ 50% ഞാൻ ആ കോളേജ്. എന്തായിരുന്നു അതിന്റെ പേര്? മലബാർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. അത് പിന്നീട് ചരിത്രമായി, അത് വൻ വിജയമായി. അത് ആ ഫസ്റ്റ് ഇയർ തന്നെ, അതായത് നമ്മൾ കോളേജ് തുടങ്ങാൻ തീരുമാനിക്കുന്നത് ഒരു നവംബറിലാണ്. ആ വർഷം നെക്സ്റ്റ് ഇയർ തന്നെ അതിൽ എല്ലാ വർക്കും ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് അത് സക്സസ്ഫുൾ ആക്കി അല്ലേ? എന്ത് പ്രായമുണ്ട് ശംസുദ്ദീൻ? അന്ന് 24 വയസ്സ്. അങ്ങനെ 24 വയസ്സിൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങി വിജയിപ്പിച്ച ഒരു വ്യക്തി കൂടിയാണ് താങ്കൾ അല്ലേ? ഇൻസിഡന്റ്ലി അതിനുശേഷം അത് കണ്ടിന്യൂ ചെയ്യായിരുന്നു, അത് എക്സിറ്റ് ചെയ്തതാണ്? ആ കോളേജ് അന്ന് ഇനാഗ്രേറ്റ് ചെയ്തതും APJ അബ്ദുൽ കലാം സാറായിരുന്നു. APJ അബ്ദുൽ കലാം സാറാണ് അന്ന് ഇനാഗ്രേറ്റ് ചെയ്തത്. കാരണം നമ്മൾ ഫസ്റ്റ് ഇയർ തുടങ്ങുന്നുണ്ടായിരുന്നെങ്കിലും സാറ് ആണെങ്കിലും പ്രസിഡൻഷ്യൽഷിപ്പ് കഴിഞ്ഞിട്ട് ജസ്റ്റ് റിസൈൻ ചെയ്തൊരു സമയമായിരുന്നു.
സാറ് ഇനാഗ്രേറ്റ് ചെയ്യാൻ കിട്ടിയതൊക്കെ വലിയൊരു ഭാഗ്യമായിരുന്നു അന്ന്. തീർച്ചയായും നമ്മളൊക്കെ ആരാധിക്കുന്ന APJ അബ്ദുൽ കലാം വരിക, 24 വയസ്സുള്ള ചെറുപ്പക്കാരന്റെ ഒരു കോളേജ് ഇനോഗ്രേറ്റ്, അതൊക്കെ സ്വപ്നത്തിൽ മാത്രം നടക്കുന്നത്. അപ്പൊ ശരിയാണ് ഷംസുദ്ദീൻ പറഞ്ഞത് ശരിയാണ്, നമ്മൾ വലിയ സ്വപ്നം കണ്ടാൽ അതൊക്കെ നടക്കും. സ്വപ്നം കണ്ടത് അട്രാക്റ്റഡ് ആവുന്നുള്ളതിന്റെ ഒരു എക്സിറ്റ് ചെയ്യായിരുന്നു അല്ലേ? പിന്നീട് അത് വളരെ ആ കോളേജ് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ടാണ് പോയിക്കൊണ്ടിരുന്നത് ഒരു 3 ഇയേഴ്സോളം. പിന്നീട് 3 ഇയർ ആയപ്പോൾ ഞാൻ എൻ്റെ ഷെയർ എൻ്റെ പാർട്ട്ണർക്ക് എക്സിറ്റ് ചെയ്ത് മാറിയിട്ട് ഇപ്പം നമുക്ക് സെയിം ഇതിൽ ഒബ്ജക്റ്റീവിലുള്ള വേറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തുടങ്ങാം എന്നുള്ളതിൽ പിന്നീട് ഞാൻ 2 എഞ്ചിനീയറിംഗ് കോളേജ് ഒരേ സമയത്ത് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. കൊച്ചിൻ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പറഞ്ഞാൽ 2 കോളേജുകൾ, അതും ഇപ്പം അത്രയും എമൗണ്ട് കിട്ടുമ്പോൾ എനിക്ക് വേറെ ഒരു ബിസിനസ്സും അറിയില്ല. എനിക്ക് ആകെ കോളേജസ് നടത്തുക എന്നുള്ള ഇത് മാത്രമേ അറിയുള്ളൂ. അല്ലെങ്കിൽ കോളേജ് തുടങ്ങുക, കോളേജ് മാർക്കറ്റ് ചെയ്യുക, കോളേജ് നടത്തുക, വേറെ ഒരു പരിപാടിയായിട്ടും എനിക്കൊന്നും അറിയത്തില്ല. അപ്പോൾ അത്രയും എമൗണ്ടും സത്യം പറഞ്ഞാൽ 2 സ്ഥലത്തായിട്ട് 10 ഏക്കേഴ്സോളം ലാൻഡ്, ഒരു സ്ഥലത്ത് പക്ഷേ 21 ഏക്കേഴ്സോളം ഉണ്ടായിരുന്നു ഓളം ലാൻഡ് വാങ്ങിച്ച് ഓൺ ബിൽഡിംഗ് പണിത് അതിൽ മാത്രം ഫോക്കസ് ഉള്ളതുകൊണ്ട് സത്യം പറഞ്ഞാൽ 6 മാസം കൊണ്ട് അത്രയും വലിയ ബിൽഡിംഗ് 2 സ്ഥലത്തും ചെയ്ത് 2 സ്ഥലത്തും കുറെ ചാലഞ്ചസ് ഒക്കെ ഉണ്ടായി, പിന്നീട് എക്സിറ്റ് ചെയ്യണ്ടായി. അതും കോളേജസ് തുടങ്ങിയതും പിന്നെ ആദ്യ വർഷം കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ അല്ലായിരുന്നു. പിന്നീട് 2 കോളേജുകൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം. അപ്പോൾ ഓരോ ബിസിനസ്സുകൾക്കും പക്ഷെ ആ സമയത്തും എൻ്റെ അടുത്ത് ഒത്തിരി ആൾക്കാർ പറഞ്ഞിരുന്നു. ഈവൻ മിനിസ്റ്റേഴ്സ് പോലും പല ആൾക്കാരും എൻ്റെ അടുത്ത് സജസ്റ്റ് ചെയ്തിരുന്നു ഇപ്പം നല്ലൊരു സമയമല്ല എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങാൻ എന്നല്ല. പക്ഷെ എനിക്ക് വേറെ ഒന്നും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം. അത്രേ പ്രായമുള്ളൂ. കാരണം ഇന്നത്തെ ഒരു ബിസിനസ് ഒരു എന്താ പറയുക ഒരു എക്കോസിസ്റ്റം വന്നില്ല. ഇപ്പോൾ സ്റ്റാർട്ടപ്സിനെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും മെൻറ്ററിങ് കിട്ടുന്ന അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ഒരു എക്കോസിസ്റ്റം നമുക്കൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് വേറെ ഒന്നും അറിയില്ല. അതുകൊണ്ട് ഷംസുദ്ദീന്റെ പേരിൽ വേറെ റെക്കോർഡുണ്ട്. താങ്കൾ ഒരു മൂവി പ്രൊഡ്യൂസറാണ്. ആദ്യ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എത്ര വയസ്സിലാണ്? 27 വയസ്സിൽ. എൻ്റെ മലയാള സിനിമ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ. എല്ലാ സിനിമകളും കാണാൻ ശ്രമിക്കുന്ന ഒരാളാണ്. ഒരു 10 മികച്ച മലയാള സിനിമ എടുത്ത അതിലൊന്ന് 1983 അതൊരു വിജയിച്ച സിനിമയാണ്. നിവിൻ പോളി എന്ന നടന് വലിയ അംഗീകാരങ്ങൾ നേടിക്കൊടുത്ത, നിരവധി പുരസ്കാരങ്ങൾ നേടിയ ആ സിനിമ. പക്ഷെ അവിടെയാണ് ഞാൻ തിരിച്ചറിയുന്നത് താങ്കൾ 3 സിനിമ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഒന്ന് 1983 ആണ്, രണ്ടാമത് ട്യൂൺ എന്ന മൂവിയാണ്, കാണേ കാണേ ടോവിനോട് അല്ലെ. 3ഉം സൂപ്പർ ഹിറ്റ് ആണ്. 3ഉം പ്രൊഡ്യൂസർക്ക് പണം ഉണ്ടാക്കി തന്ന സിനിമകളാണ്. എങ്ങനെയാണ് ഈ സിനിമാ മേഖലയിലേക്ക് എത്തിപ്പെടുന്നത്? എൻ്റെ പേഴ്സണൽ ലൈഫ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സിനിമയാണ് എന്നെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ഇൻസ്പയർ ചെയ്തിട്ടുള്ളത്. സിനിമയും സിനിമയുടെ കഥാപാത്രങ്ങളും. അപ്പോൾ ലൈഫിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ ഫാമിലിയിലാരും അങ്ങനെ ബിസിനസ്സിലധികം ആൾക്കാരൊന്നുമില്ല. അപ്പോൾ സിനിമകളിലെ കഥാപാത്രങ്ങളാണ് നമ്മൾ ഒരു ബിസിനസ്സുകാരനാവാനും എല്ലാം നമ്മൾ പ്രചോദനം കണ്ടിരുന്നത് അല്ലെങ്കിൽ എക്സാമ്പിൾസ് ആയിട്ട് കണ്ടിരുന്നത്. എൻ്റെ ഫാദർ കുറച്ച് ബിസിനസ്സുകളൊക്കെ ചെയ്ത് നോക്കിയിരുന്നു. അതായത് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇപ്പോൾ ബിസിനസ്സാണ് നല്ലത് എന്നുള്ളത് ഫാദറിൽ നിന്നാണ് എനിക്ക് ആദ്യം കിട്ടുന്നത്. പക്ഷേ എങ്കിലും നമുക്ക് എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പം പിന്നെ എൻ്റെ പേഴ്സണൽ ലൈഫിലും കയറി വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ചലഞ്ചസ് ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ പോലും സിനിമയാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് സിനിമ ഒരു മാസ് നമ്പർ ഓഫ് ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളൊരു മീഡിയം ആണെന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു കോർ പർപ്പസ് എന്ന് ഞാൻ ചിന്തിക്കുന്നത് ഇൻസ്പയർ അതേഴ്സ് എന്നുള്ളതാണ്. അതിപ്പോൾ എൻ്റെ ബിസിനസ്സുകളിലൂടെ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന എന്ത് കാര്യങ്ങളിലും ആ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ ഈ ലോകത്ത് ജീവിച്ചിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു പർപ്പസ് ഉണ്ടാവണമെങ്കിൽ നമ്മളുടെ ലൈഫ് കൊണ്ട് എന്തെങ്കിലും ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ഒരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് മീഡിയം സിനിമയാണ്. അങ്ങനെയാണ് ഷംസുദ്ദീൻ കണ്ടുപിടിച്ചത്. അവിടെയാണ് ചോദ്യം. മലയാള സിനിമയിൽ എനിക്ക് തോന്നുന്നു നിരവധി പ്രൊഡ്യൂസേഴ്സ് ഉണ്ടെങ്കിലും ചെയ്ത 3 സിനിമകളും ഹിറ്റായിട്ടുള്ള ഏറ്റവും തിളങ്ങി നിൽക്കുന്ന പ്രൊഡ്യൂസർ താങ്കൾ തന്നെ ആയിരിക്കും അല്ലേ? ഈ സിനിമയുടെ വിജയം പൊതുവെ ഞാനൊരു പ്രേക്ഷകനാണ്, പുറത്തുനിന്ന് കാണുന്നവർ ഏറ്റവും അധികം പരാജയങ്ങൾ ഉണ്ടാവുന്നത് സിനിമയ്ക്കാണ് എന്ന പൊതുവായൊരു ധാരണ സമൂഹത്തിലുണ്ട്. കാരണം വന്നിറങ്ങിയവരെല്ലാം പൊളിഞ്ഞു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തന്നെ പറയുന്നു. അപ്പോൾ അങ്ങനെയാണോ? സിനിമ പരാജയമുള്ള ഒരു ഇൻഡസ്ട്രിയാണോ കൂടുതൽ പരാജയമുള്ള? താങ്കൾ കാരണം സക്സസ്ഫുൾ ആയ ഒരു ഓൺട്രപ്രണർ കൂടിയാണ്, അതുകൂടി ആലോചിക്കണം. എനിക്ക് തോന്നുന്നു ഞാൻ സാറിനോട് തന്നെ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഇപ്പം ബിസിനസ്സിൽ സ്റ്റാർട്ടപ്പുകളുടെ
ഒരു സക്സസ് റേറ്റ് എന്ന് പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 3% ആണെന്നാണ്. 3 to 5% ആണ് സ്റ്റാർട്ടപ്പുകൾ 3 to 5 years സസ്റ്റെയിൻ ചെയ്യുന്ന ലെവൽ നോക്കിക്കഴിഞ്ഞാൽ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് 3 to 5% ആണ്. അപ്പോൾ വിച്ച് ഈസ് ഇൻ മൂവീസ് ഒരു 20 to 30% എന്നാണ് എൻ്റെ വിശ്വാസം. അത് 20% ആണെങ്കിൽ പോലും ഈ 3 to 20% എന്നുള്ളത് നല്ലൊരു ഡിഫറൻസ് ആണ്. അപ്പം ഞാൻ പറയുന്നത് സത്യം പറഞ്ഞ ബിസിനസ്സിനേക്കാൾ ഒരു സക്സസ് റേറ്റ് ഉള്ളത് സിനിമയിലാണെന്നാണ് എൻ്റെ കണ്ടുപിടുത്തം. നേരെ തിരിച്ചാണ്. കാരണം ബിസിനസ്സും അറിയാം, സിനിമയും അറിയാമെന്നുള്ളത് കൊണ്ട്. അപ്പം പക്ഷെ ആ 3% ഉള്ള ഇതിലേക്ക് 3% ഉള്ള ബിസിനസ്സുകളിൽ നമ്മളെങ്ങനെ പാർട്ടാവാന്നാണല്ലോ നമ്മൾ നോക്കണം. ആസ് എൻ ഓൺട്രപ്രണർ നമ്മളെങ്ങനെ ആ 3% വരും എന്നുള്ളതാണ്. ആ 3% ബിസിനസ്സുകളാണ് നമ്മൾ എല്ലായിടത്തും കാണുന്നതെല്ലാം. പക്ഷേ സിനിമയിൽ ആ 20%-ലൊക്കെ എത്താൻ വേണ്ടിയിട്ട് എത്ര പേർക്ക് അറിയുന്നുള്ളതാണ്. കാരണം സിനിമ എടുക്കാൻ വരുന്ന ഒരുപാട് ആൾക്കാരെല്ലാം സിനിമയെ പറ്റി അതുപോലെ പഠിച്ചിട്ടല്ല വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഫാക്ടർ. അപ്പോൾ നമ്മൾ ആ 20%-ലേക്ക് എത്താൻ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രശ്നം ഉണ്ടാവില്ല. നമ്മളിപ്പോൾ നല്ല 3% ബിസിനസ്സുകളിൽ ഒരുപാട് ക്വാളിറ്റി മെഷേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ടായിരിക്കും. അതേപോലുള്ള കാര്യങ്ങൾ എടുത്ത് ഒരു സിനിമ ചെയ്താൽ അത് 20%-ലെത്തും, അത് വിജയിക്കുകയും ചെയ്യും. അപ്പോൾ സിനിമ ഒരു നല്ല സിനിമ എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും ഒരു ഫോർമുല ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ 3 സിനിമയിലും ആ ഫോർമുല വർക്കൗട്ട് ആയോ? സിനിമ എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു നായകൻ്റെ വിജയമാണ്, സംവിധായകൻ്റെ വിജയമാണെന്നൊക്കെ പറയും. എന്താണ് നിങ്ങളുടെ ആ ഫോർമുല? ഇപ്പം സിനിമയുടെ സൂപ്പർ ഹിറ്റ് സിനിമയ്ക്ക് ഒരു ഫോർമുല ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു സിനിമ തിയേറ്ററിൽ വിജയിക്കണം എന്നുണ്ടെങ്കിൽ 15 ലക്ഷം ആൾക്കാരെങ്കിലും ആ സിനിമ തിയേറ്ററിൽ വന്ന് കാണണം. 15 ലക്ഷം ആൾക്കാർ സിനിമ തിയേറ്ററിൽ കാണണമെങ്കിൽ ഒരു 10 ലക്ഷം ആൾക്കാരുടെ ഡിസിഷൻ മേക്കിങ്ങിലും ഉണ്ടാവണം. അപ്പോൾ 10 ലക്ഷം ആൾക്കാരുടെ ഡിസിഷൻ മേക്കിംഗ് എടുത്ത് ഒരു തിയേറ്ററിലേക്ക് ഒരു സിനിമ വന്ന് ഹിറ്റാകുന്ന രീതിയിൽ ഒരു പ്രൊഡക്റ്റ് നമ്മൾ ഇത്രയും ചെറിയൊരു കാലഘട്ടത്തിനുള്ളിൽ ബിൽഡ് ചെയ്ത് പോവുക എന്ന് പറയുന്നത് അതിൽ ഒരുപാട് റിസ്ക് ഉണ്ട്. അപ്പോൾ സിനിമയുടെ വിജയപരാജയങ്ങളെ ചിലപ്പോൾ അത് റിലീസ് ചെയ്യുന്ന ടൈം, അല്ലെങ്കിൽ അതിൻ്റെ ചിലപ്പോൾ എത്രത്തോളം നന്നായി ആ കാര്യങ്ങൾ ചെയ്താലും അതിൻ്റെ ചിലപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് സ്കോറോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ പിഴവുകളോ കാര്യങ്ങളോ ഒക്കെ അതിൻ്റെ വിജയപരാജയങ്ങളെ ഇത് ചെയ്യാം. പക്ഷേ ഞാൻ പറയുന്ന ഫോർമുല എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റി സിനിമ ഉണ്ടാക്കാൻ ആ ഫോർമുല ഉപകരിക്കും. ഇപ്പം നമ്മളോട് ഒരാൾ വന്നിട്ട് നീ എന്തിനാ ഈ സിനിമ ചെയ്ത് എന്ന് ചോദിക്കുന്ന രീതിയിൽ, ഒരാൾ ചോദിക്കാത്ത രീതിയിലുള്ള പടങ്ങൾ നമുക്ക് 100% ഉണ്ടാക്കാൻ പറ്റും. ഒരു മിനിമം ക്വാളിറ്റി പടം ഉണ്ടാക്കാൻ അപ്പോൾ ഒന്നിനും കോംപ്രമൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളത് അതാണ്. കാരണം ഇപ്പം ആ ഒരു ഫോർമുലയുടെ ഭാഗം ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിനിമയിൽ നിന്നാണ് ഞാൻ ഒരുപാട് കാര്യങ്ങൾ എൻ്റെ ബാക്കിയുള്ള ബിസിനസ്സിലേക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് പഠിക്കാറുള്ളത്. ഞാനിപ്പോൾ ചെയ്ത സിനിമകൾ വിജയിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നല്ല കാര്യങ്ങൾ ഒരുപാട് പഠിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് കോംപ്രമൈസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ സിനിമയിൽ നോക്കിക്കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ഒരു ഇൻവെസ്റ്റർ പോലെയാണ്. അപ്പോൾ നല്ലൊരു ഇൻവെസ്റ്റർ നല്ലൊരു ടീമിനെ കണ്ട് ആ ടീമിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഒരു കമ്പനിയുടെ CEO പോലെയാണ് സിനിമയിലെ ഒരു ഡയറക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡയറക്ടറുടെ അടിയിലൊരു ടീമുണ്ട്, കമ്പനിയിൽ CEOയ്ക്ക് അടിയിൽ ഒരു ടീമുണ്ട്. അപ്പോൾ ഇവിടെ ആ ഡയറക്ടർ നല്ല ടീമിനെ സെലക്ട് ചെയ്ത് നല്ല ഒരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് നല്ല മാസ്റ്റർ പ്ലാൻ, സ്ക്രിപ്റ്റ് റൈറ്റർ നല്ല ഒരു ഫൗണ്ടേഷനും ഒരു നല്ല ഫൗണ്ടേഷനാണ് നല്ലൊരു സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്ക്രിപ്റ്റ് റൈറ്ററും ആ ഡയറക്ടറും എല്ലാവരും ആ ടീമിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഒരു CEO നല്ല ടീമിനെ സെലക്ട് ചെയ്യുന്ന പോലെ തന്നെ ഒരു ഡയറക്ടർ ഏറ്റവും ബെസ്റ്റ് ടീമിനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ സിനിമയ്ക്ക് അത് വളരെ ഉപകാരം. ഞാൻ കണ്ട എൻ്റെ കൂടെ വർക്ക് ചെയ്ത എല്ലാ ഡയറക്ടേഴ്സും അല്ലെങ്കിൽ അവരുടെ ടീം മെമ്പേഴ്സും നോക്കിക്കഴിഞ്ഞാൽ എല്ലാം കിഡിലൻ ടീമുകളാണ്. ഫസ്റ്റ് 1983 നോക്കിക്കഴിഞ്ഞാൽ കിഡിലൻ ടീമാണ്. ക്യൂൻ്റെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര പാഷനേറ്റ് ആയിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള ടീമാണ്. ഖാനെ നോക്കിക്കഴിഞ്ഞാൽ അതിലും വളരെ എക്സ്പീരിയൻസ്ഡും എന്നാൽ വളരെ പൊളൈറ്റും ഇരുത്തം വന്ന വളരെ സ്ട്രാറ്റജിക്കായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു ടീമാണ്. അപ്പോൾ ഞാൻ ഇതുവരെ സിനിമയിൽ കാണുന്ന എല്ലാം ടീമിൻ്റെ വിജയമാണ്. അപ്പോൾ അതിന് ചുക്കാൻ പിടിക്കുന്ന ഡയറക്ടർ എവിടെയും കോംപ്രമൈസ് ചെയ്യുന്നില്ലാണ്. ഇപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ നമ്മളും അതിന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു ടീം വർക്കിൽ നല്ലൊരു സിനിമ ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഒരു സിനിമ
ഹിറ്റാവുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഹീറോ, ഒരു സൂപ്പർ സ്റ്റാറൊക്കെ ആണെങ്കിൽ ഹീറോയ്ക്ക് അതിൻ്റെ ക്രെഡിറ്റ് കൊടുക്കുകയും, എന്നാൽ പരാജയപ്പെട്ടാൽ എല്ലാവരും ചീത്ത വിളിക്കുന്നത് ചിലപ്പോൾ ആ ഹീറോയെ തന്നെ ആയിരിക്കാം. ആക്ച്വലി അദ്ദേഹത്തിനാണോ ഹിറ്റ് കിട്ടുന്നത്, പ്രൊഡ്യൂസർക്കല്ലേ യഥാർത്ഥമായൊരു അടി കിട്ടുന്നത്? പരാജയം എല്ലാവർക്കും ഉണ്ട്. പ്രൊഡ്യൂസർക്ക് സാമ്പത്തിക പരാജയം തന്നെയാണ് ഏറ്റവും വലിയ പരാജയം. അപ്പോൾ അതുകൊണ്ട് പ്രൊഡ്യൂസറുടെ പരാജയം തന്നെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. ആസ് എ പ്രൊഡ്യൂസർ കൂടി ഞാൻ അങ്ങനെ ചിന്തിക്കാം. പക്ഷേ പരാജയം എല്ലാവരെയും എഫക്റ്റ് ചെയ്യും. അതിപ്പോൾ ഒരു ആക്ടറിനെയും എഫക്റ്റ് ചെയ്യും. പക്ഷെ അവിടെ ഒരു ചിലപ്പോൾ ഒരു പ്രൊഡ്യൂസർ ആ പരാജയത്തോടുകൂടി ചിലപ്പോൾ ഇത് കുട്ടി ചെയ്ത് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ആ നായകന് അടുത്തൊരു സൂപ്പർ ഹിറ്റ് വന്നു കഴിഞ്ഞാൽ എല്ലാവരും പഴയ പരാജയം മറക്കും എന്നുള്ളതും ഇന്ന് നമുക്ക് മുന്നിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ? അവിടെയാണ് അടുത്ത ചോദ്യം. ഞാനൊരു 17 വയസ്സ് തൊട്ട്, ഞാൻ സെൻറ്റ് ആൽബർട്ട്സ് കോളേജിലാണ് പഠിച്ചത്, അന്ന് തൊട്ട് ക്ലാസ് കട്ട് ചെയ്ത് സിനിമ വളരെ പാഷനേറ്റ് ആയിട്ട് കാണുന്ന ഒരു പ്രേക്ഷകനാണ്. എല്ലാ മലയാള സിനിമയും വീട്ടിലിരുന്നല്ല, തിയേറ്ററിൽ കുടുംബവുമായി ടിക്കറ്റ് എടുത്ത് പോയി കാണുന്ന ഒരു വ്യക്തിയാണ്. സിനിമകൾ ഇഷ്ടപ്പെടുന്നതാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഞാനും സിനിമ കാണുന്നത് ആസ് എ ട്രെയിനർ, ആസ് എ കോച്ച് പഠിക്കാൻ തന്നെയാണ്. പല പാഠങ്ങളും പല സ്ക്രിപ്റ്റുകളും എന്നൊക്കെ നമ്മൾ പഠിക്കുകയാണ്. ജീവിതം, അനുഭവങ്ങൾ, ഓരോരുത്തരുടെ കാഴ്ചപ്പാടുകൾ, ഇതൊക്കെ പഠിക്കാൻ തന്നെയാണ് ഞാനും പോകുന്നത്. അതിലൊരു കുറച്ച് നാളായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണത, എനിക്ക് തോന്നുന്നു ഞാനൊക്കെ എൻ്റെ ചെറുപ്പകാലം തൊട്ട് സിനിമ കാണാൻ ഞാൻ തീരുമാനിക്കുന്നത് ആരുടെയും റിവ്യൂ, ഞാൻ ഈ സോഷ്യൽ മീഡിയയിൽ അധികം സജീവമല്ലാതെ ഒന്നും കാണാറില്ല. അധികം സജീവമാണെങ്കിൽ ഇതിലോട്ടൊന്നും നോക്കാറില്ല. ആരൊക്കെയോ റിവ്യൂകൾ ഇടുന്നു, എന്തൊക്കെയോ പേരുകളിലൊക്കെ റിവ്യൂ വരുന്നു. ഇത്തരം കാര്യങ്ങൾ സമൂഹത്തിൽ സിനിമയെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ അവിടെ ചോദ്യം, ഒരു സിനിമയ്ക്ക് ഇന്നിപ്പോൾ ഞാനൊരു ബിസിനസ് കോച്ച് എന്ന നിലയ്ക്ക് ഞാൻ ആലോചിക്കുകയാണ്, താങ്കൾ ആലോചിച്ചിത്രം പറഞ്ഞാൽ മതി. നമ്മളൊരിക്കലും ഒരു സ്ഥാപനം കണ്ടു, വൈറ്റില ജംഗ്ഷനിൽ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു, അപ്പോൾ അവിടെ പോയി അന്ന് ആരെങ്കിലും റിവ്യൂ ഇടുകയാണ്, ഞാൻ ഇന്ന് സ്ഥാപനം അവിടെ പോയിരുന്നു, ആ ഉടമ വൃത്തികെട്ടവനാണ്, അവിടെ സപ്ലൈ ചെയ്ത് നിൽക്കുന്നവരൊന്നും കൊള്ളൂല, അവിടുത്തെ സാമ്പാർ കൊള്ളൂല, ദോശ കൊള്ളൂല, ഇഡ്ഡലി കൊള്ളൂല, ബിരിയാണി കൊള്ളൂല, ബീഫ് കൊള്ളൂല എന്നൊന്നും പറഞ്ഞ് ഞാൻ റിവ്യൂ ഇടാറില്ല. വേണ്ട, നമ്മളൊരു തൊഴിൽശാലയിൽ ചെന്ന് അവിടുത്തെ മാനേജർ പുറത്ത് നിന്ന് ഒരാളിങ്ങനെ അനൗൺസ് ചെയ്യുകയാണ്, ഇതിനകത്തൊരു മാനേജറുണ്ട്, അവനൊന്നും അറിയില്ല, അങ്ങനെയൊന്നും റിവ്യൂ ഇടാറില്ല. എന്നാൽ സിനിമയെ സ്പെസിഫിക് ആയിട്ട് ടാർഗറ്റ് ചെയ്തുകൊണ്ട് അതൊരു വ്യവസായമാണ്. നിരവധി പേരുടെ വിയർപ്പാണ്, ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. ചിലപ്പോൾ ആ ഒരു റിവ്യൂ കൊണ്ട് ഒരു സിനിമയെ അല്ലെങ്കിൽ കുറേ ആൾക്കാരുടെ സ്വപ്നത്തെ തകർത്ത് കളയല്ലേ? ആസ് എ പ്രൊഡ്യൂസർ താങ്കളുടെ അഭിപ്രായം? കറക്റ്റാണ്. ഇപ്പം അങ്ങനെയുള്ള റിവ്യൂസ് എന്തായാലും ഒരു പറ്റം ആൾക്കാരെ ഒരു സിനിമ തിയേറ്ററിലേക്ക് പോകുന്നതിന് വളരെ ഇതായിട്ട് സ്വാധീനിക്കും. അപ്പോൾ നേരത്തെ സാറ് പറഞ്ഞ പോലെ തന്നെ സിനിമയ്ക്കെതിരെ ഉണ്ടാവുന്ന അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും സിനിമയെയും ആസ് എ ബിസിനസ് അതിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ അത് മാത്രമല്ല, ഇപ്പം നേരത്തെ സാറ് ചോദിച്ചൊരു ചോദ്യം കൂടി അത് കണക്ട് ചെയ്തിട്ട് പറയാം. ഇപ്പം സിനിമ പരാജയപ്പെടുമ്പോൾ അതിൽ പരാജയപ്പെടുന്നത് പ്രൊഡ്യൂസർ, ഓഫ് കോഴ്സ് പ്രൊഡ്യൂസറുടെ എമൗണ്ട് പോകും. പക്ഷേ അതിൻ്റെ കൂടെ തന്നെ അതിൽ പുതിയതായിട്ട് വന്ന് അഭിനയിച്ച ചില ആൾക്കാരുണ്ടായിരിക്കാം, ചെറിയ ക്യാരക്ടറുകൾ ചെയ്ത ആൾക്കാരുണ്ടായിരിക്കാം, പുതിയതായിട്ട് എന്തെങ്കിലും ടെക്നിക്കലി ഇൻവോൾവ്, ഇവരുടെയൊക്കെ പരാജയമാണ്. അവരുടെയൊക്കെ ലൈഫ് സത്യം പറഞ്ഞാൽ അവിടെ സ്റ്റാഗ്നൻ്റ് ആവുകയാണ്. ഒരു ഹീറോയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അതിൽ ലീഡിങ് ആക്ടേഴ്സായിട്ട് ചെയ്യുന്നവരോ അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ടേഴ്സോ അവർക്കൊക്കെ ചിലപ്പോൾ അടുത്ത പടങ്ങളും കാര്യങ്ങളും കിട്ടാം. ഇവരൊന്നും ചിലപ്പോൾ ശ്രദ്ധിക്കപ്പെടാതെ പോലും പോവും. അവരൊക്കെയാണ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പം സിനിമയ്ക്കെതിരെ അങ്ങനെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അത് ഒരുപാട് ഫാമിലീസിനെയും കൂടി അത് എഫക്റ്റ് ചെയ്യണമെന്ന് ആൾക്കാർ ചിന്തിച്ചാൽ അത് വളരെ നല്ലതാണ്. പക്ഷെ പിന്നെ അപ്പുറത്ത് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമ എപ്പോഴും ഞാൻ മനസ്സിലാക്കിയത്തോളം ഏറ്റവും കൂടുതൽ ഇമ്പാക്റ്റ് ചെയ്യുന്നത് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ്. തീർച്ചയായും. ഞാൻ എൻ്റെ എക്സ്പീരിയൻസിൽ കണ്ടിട്ടുള്ളത്, ഒരു ഇൻഫ്ലുവൻസറോ ഒരു 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 പെർട്ടിക്കുലർ വ്യക്തി കൊണ്ടൊന്നും ഒരു സിനിമയെ, ഓഫ് കോഴ്സ് അത് വേണം, അത് ആംപ്ലിഫൈ ചെയ്യും, അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മാർക്കറ്റിങ്ങിന് ഹെൽപ്ഫുള്ളാവും, ആൾക്കാരിലേക്ക് റീച്ച് ചെയ്യാൻ ഹെൽപ്ഫുള്ളാവും. പക്ഷേ ഒരു യഥാർത്ഥ ചലനം ഉണ്ടാവുന്നത് മൗത്ത് പബ്ലിസിറ്റി തന്നെയാണ്. അപ്പം നമുക്ക് വളരെ അടുത്തറിയാവുന്ന ഒരാൾ ആ സിനിമ കണ്ടോ എന്ന് ചോദിക്കുമ്പോഴാണ് ഒരു തിയേറ്റർ, ഇപ്പോൾ പെർട്ടിക്കുലർലി ഇപ്പോഴൊക്കെ സിനിമ ശരിക്കും കുറച്ചൊന്ന് ഒരു നല്ല സിനിമ എന്ന് മാത്രം കേട്ടുകൊണ്ട് മാത്രം ആൾക്കാർ ചിലപ്പോൾ തിയേറ്ററിൽ പോകണമെന്നുണ്ട്. സിനിമ അത്രയും വളരെ നല്ല അഭിപ്രായം എന്നുള്ള രീതിയിൽ നമ്മുടെ സുഹൃത്തുക്കൾ ഇല്ലെങ്കിൽ അത് ഒരു ഫോമോ അടിക്കുന്ന രീതിയിലുള്ള ഒരു ഇത് വന്നാൽ മാത്രമേ ആൾക്കാർ തിയേറ്ററിൽ പോകുന്നുള്ളൂ. അപ്പം അത് മൗത്ത് പബ്ലിസിറ്റിയിലൂടെ തന്നെയാണ് കൂടുതലുണ്ടാവുന്നതാണ്. ശംസുദ്ദീൻ സിനിമയായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ചോദിക്കുകയാണ്, സൗഹൃദങ്ങൾ വളരെ ഫോർമലാണെന്നും പെട്ടെന്ന് തന്നെ ഇല്ലാതാവുന്ന ഒരു ഫീൽഡാണ് എന്ന് കേട്ടിട്ടുണ്ട്, ശരിയാണോ? സിനിമ ഇപ്പം നേരത്തെ പറയുന്ന പോലെ ഒരു പ്രൊഡക്റ്റ്, സിനിമയെ ആസ് എ ഒരു പ്രൊഡക്റ്റായിട്ട്
കണ്ടു കഴിഞ്ഞാൽ വളരെ ഒരു ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് സിനിമ ഒരു മാജിക്കാന്ന് ആണ് ഞാൻ വിശ്വസിക്കുന്നത്. അത് നന്നായിട്ട് ചെയ്യാൻ ആ മാജിക് അറിയാവുന്ന ആൾക്കാർ ആ സിനിമയിൽ വിജയിച്ചു പോകും, അതിൻ്റെ ഡിഫറെൻറ്റ് മേഖലയിൽ. ഇതിൽ മാജിക്കാന്ന് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പല പല ആൾക്കാർ പല പല കോണുകളിൽ നിന്ന് പല പല ബിസിനസ് പല പല പ്രൊജക്റ്റുകളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു സിനിമ ഷേപ്പ് ആവുന്ന സമയത്ത് ഒരു 40 to 50 ഡേയ്സിലേക്ക് വന്ന് ഒരു ടീം വളരെ വളരെ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നു. സിനിമയെ പോലെ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഏത് ബിസിനസ്സും സിനിമ ചിലപ്പോൾ പരാജയപ്പെടും, പക്ഷെ അതേ എനർജി വേറെ ഏതെങ്കിലും ബിസിനസ് ആണെങ്കിൽ അത് ഏത് ബിസിനസ് ആണെങ്കിലും വിജയിക്കും. അതെ, ഭയങ്കര പാഷനേറ്റ് ആയിട്ട് എല്ലാവരും ഇൻവോൾവ് ചെയ്യുന്ന ടീം വർക്കാണ്. അതിപ്പോ വിജയിച്ച പടം പരാജയപ്പെട്ട പടമൊന്നും ഇല്ല കേട്ടോ. ഏത് ലൊക്കേഷനിൽ പോയാലും ഞാൻ ആ പാഷൻ കാണാറുണ്ട്. അതേപോലെ സിനിമയിൽ നിന്ന് ഞാൻ ഒത്തിരി പഠിക്കാറുണ്ട്. ഈവൻ എൻ്റെ കൂടെ ബാക്കിയുള്ള ബിസിനസ്സുകളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പോലും ഞാൻ സിനിമയുടെ ലൊക്കേഷൻ കാണിച്ചു കൊടുക്കും, എന്ത് പാഷനേറ്റ് ആയിട്ടാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ പഠിക്കാനുണ്ട് ആ പാഷൻ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആ ഒരു എന്തൂസിയാസം. അപ്പം അത്രയും പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ അത്രയും ഇൻവോൾവ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ടീം മെമ്പേഴ്സ് ആണ്. അപ്പോൾ അവരെല്ലാം ഒരു 40 days ഒരു 50 days വിൻഡോയിലാണ് സിനിമയിൽ വന്ന് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ സമയങ്ങളുടെ സൗഹൃദങ്ങൾ ചിലപ്പോൾ മാറിപ്പോകുമ്പോഴോ അടുത്ത സിനിമകളിലേക്ക് പോകുമ്പോഴോ അതിലെ മാറ്റങ്ങൾ വരാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ വിജയപരാജയങ്ങൾ ഇതുപോലെ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഫീൽഡും ഇല്ലല്ലോ. കാരണം ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പം ഒരു സ്റ്റീൽ കമ്പനി ഫെയിലിയറായി, അല്ലെങ്കിൽ ഒരു ട്രേഡിങ് കമ്പനി ഫെയിലിയറായി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ഗവൺമെൻറ്റിനെ എഫക്റ്റ് ചെയ്യാത്തൊരു ബിസിനസ് ഫെയിലിയറായ അത് ആൾക്കാർക്ക് എത്ര കോടി രൂപ പോയെന്നോ എത്ര രൂപ നഷ്ടം ഉണ്ടായെന്നോ എത്ര ആ ബിസിനസ്സുകാരന് എന്ത് പറ്റിയെന്നോ ഒന്നും അറിയില്ല. കുടുംബത്തിന് മാത്രം അടുത്ത സുഹൃത്തുക്കൾ ലോസിലായിരിക്കും വർഷങ്ങളായിട്ട് നടന്നു പോകുന്നത്, എന്നാലും ആൾക്കാർക്ക് അറിയില്ല ഇത് ലോസ് ആയിരിക്കും ഇതായിരിക്കും. പക്ഷെ സിനിമ അങ്ങനെയല്ലല്ലോ. സിനിമ ഇറങ്ങിയ അത് പത്രത്തിൽ വരും, കൃത്യം ഡീറ്റെയിൽ വരും. ഇത് പരാജയപ്പെട്ടോ, എത്ര കാശ് പോയി, അല്ലെ എത്ര കാശ് ഉണ്ടാക്കി, എത്ര കോടി ഉണ്ടാക്കിയത്, അതാണ് അതിന്റെ ഒരു ചാമ. അവിടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ സംരംഭത്തിന്റെ കമ്പാരിസൺ താങ്കൾ നടത്തിയ പോലെ 3% സ്റ്റാർട്ടപ്പുകൾ ഫെയിൽ അത് മാത്രമാണ് വിജയിക്കുന്നതെന്ന് പറഞ്ഞ പോലെ നമ്മൾ സ്റ്റാർട്ടപ്പ് ഏത് കമ്പനിയും നമുക്ക് അവിടെ തിരുത്താൻ ഒരു അവസരമുണ്ട് നമ്മൾ പരാജയപ്പെട്ടാലും. പക്ഷെ സിനിമ എന്ന് പറയുന്നത് റീലോഞ്ചിങ് ഇല്ലല്ലോ, പരാജയപ്പെട്ടാൽ പരാജയപ്പെട്ടു. അതാണ് അവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നല്ല ക്വാളിറ്റി സിനിമ നമുക്കൊരു ഫോർമുലയിൽ ഉണ്ടാക്കാം എന്ന് പറയുന്ന പോലെ തന്നെയാണ് അവിടെയുള്ള റിസ്ക്. അതിൽ ഒരു ചേഞ്ച് വരുത്താൻ പറ്റില്ല. ഇപ്പോൾ ബിസിനസ്സിൽ നമ്മളിപ്പോൾ ഒരു HR നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മളൊരു ഫിനാൻസ് മാനേജർ അപ്പോയിൻറ്റ് ചെയ്തു. ഇപ്പം നമുക്ക് നല്ലൊരു ആളെ കിട്ടിയില്ലെങ്കിൽ നമ്മളത് കോംപ്രമൈസ് ചെയ്ത് ഒരാളെ വെക്കും, അത് പോവും. അപ്പോൾ അവിടെ സംഭവിക്കുന്നത് നമ്മൾ അവിടെ കോംപ്രമൈസുകൾ നടക്കുന്നുണ്ട്. സിനിമയിൽ ആ കോംപ്രമൈസ് നടക്കത്തില്ല. സിനിമയിൽ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഫോർമുലയുടെ ഒരു ഭാഗം എന്ന് പറയുന്ന നെവർ കോംപ്രമൈസ് എന്നുള്ളതാണ്. സിനിമയിൽ നല്ലൊരു CEO എന്ന് പറയുന്ന നല്ല ഡയറക്ടർ ആണെങ്കിൽ ആ നല്ല ഡയറക്ടർ ഒരു സ്ഥലത്തും അദ്ദേഹം കോംപ്രമൈസ് ചെയ്യില്ല. കാരണം ബഡ്ജറ്റിനുള്ള ഇതൊക്കെ ബഡ്ജറ്റിനുള്ളിൽ നിൽക്കണം, അല്ലെ ഇതൊക്കെ നമ്മൾ പ്രീ പ്രൊഡക്ഷനിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ്. തീർച്ചയായും. ഓക്കെ, ഇതൊന്നും ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യാന്നുള്ള അങ്ങനെയല്ല. ഞാൻ പറഞ്ഞത് നല്ലൊരു ഡയറക്ടർ നന്നായി പ്ലാൻ ചെയ്യും. ആ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഒരു കോംപ്രമൈസും ഇല്ലാത്ത രീതിയിൽ എല്ലാ കാര്യങ്ങളും എക്സിക്യൂട്ട് ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിനുണ്ടായിരിക്കും. അപ്പം ആ കോംപ്രമൈസ് ചെയ്യാതെ ഇത്രയും ടൈമിനുള്ളിൽ എക്സിക്യൂട്ട് ചെയ്ത് ഇറക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ മാജിക് എന്ന് പറയുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രൊഡക്റ്റ് പ്ലാൻ ചെയ്യുന്നു, ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നു, അതിനെ ഒരു 40 days കൊണ്ട് അതൊരു പ്രൊഡക്റ്റായിട്ട് ബിൽഡ് ചെയ്യുന്നു, അതിനെ മാർക്കറ്റ് ചെയ്യുന്നു. ഒരു 10-15 ലക്ഷം ആൾക്കാർ വീട്ടിലിരിക്കുന്ന, സാറ് നേരത്തെ പറഞ്ഞ പോലെ വീട്ടിലിരുന്ന് പോയി തിയേറ്ററിൽ പോയി എമൗണ്ട് കൊടുത്ത് പടം കണ്ട് ഇത്ര ആൾക്കാരെ സാറ്റിസ്ഫൈ ചെയ്യുന്നു. അപ്പോൾ ഈ ഒരു പ്രോസസ്സിൽ എത്രത്തോളം ആ ടീം മെമ്പേഴ്സ് ഇൻവോൾവ് ആവുന്നുണ്ടാവും. തീർച്ചയായിട്ടും അല്ലേ? അപ്പോൾ അതാണ് ആ ഒരു ഇൻഡസ്ട്രിയുടെ വൈബ്, എനർജി എന്ന് പറയുന്നത് അല്ലേ. ഞാൻ സിനിമയിലേക്ക് തിരിച്ചു വരാം, എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മുടെ സംരംഭത്തിലൂടെ തിരിച്ചു പോകാം. താങ്കൾ ഒരു എഞ്ചിനീയറിംഗ് കോളേജ്, ഇപ്പോൾ താങ്കളൊരു പുതിയൊരു ആശയമായ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ 3 വർഷമായി അല്ലേ? എന്താണ് ആ സ്ഥാപനത്തിന്റെ പേര്? മെന്റർ. വീണ്ടും വിദ്യാഭ്യാസം തന്നെയാണ്. എന്ത് കോഴ്സുകളാണ് അവിടെ? നമ്മൾ ഒരു AI സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്യാമ്പസ് ആണിത്. AI സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് BTech കോഴ്സുകളുണ്ട്. കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകളുണ്ട്. AI ML എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകളുണ്ട്. BCA ഉണ്ട്, ബാച്ചലർ ഓഫ് ഡിസൈൻ BDS ഉണ്ട്,
BBA ഉണ്ട്. എവിടെയാണ് നമ്മുടെ ക്യാമ്പസ്? എവിടെയാണ്? അതിവിടെ നമ്മുടെ ഒരു ഇൻഫോ പാർക്കിൽ നിന്ന് ഒരു 45 മിനിറ്റ്സ് ഡിസ്റ്റൻസിലാണ്. കഴിഞ്ഞ 3 വർഷമായിട്ട് അതിലുണ്ട്. അതെ. ഞാൻ താങ്കളുടെ ടീമിനെ ഒന്ന് ട്രെയിൻ ചെയ്യാൻ വന്നിരുന്നു. അപ്പോൾ ഞാൻ കണ്ടു, വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു. അപ്പോൾ എൻ്റെ ചോദ്യം, മറ്റുള്ള കോഴ്സുകളിൽ നിന്നും മെന്റോർ എങ്ങനെയാണ്, മെന്റോർ എന്ന ആ പേരിലേക്ക് എത്തിയത് എങ്ങനെയാണ്? ഫസ്റ്റ് മെന്റർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പണ്ടൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ടീച്ചേഴ്സ് ഭയങ്കര റിലവൻ്റ് ആയിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് റിലവൻ്റ് ആവുന്നതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചേഴ്സ് ഒത്തിരി പഠിച്ച് അല്ലെങ്കിൽ അവർ ഒത്തിരി ബുക്സ് എല്ലാം അവർ റീഡ് ചെയ്ത് അവർക്ക് നോളേജ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ ആ നോളേജ് പറഞ്ഞു കൊടുക്കാൻ ഒരു ടീച്ചറുടെ ആവശ്യമുണ്ടായിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും വലിയ ലൈബ്രറി എന്ന് പറയുന്നത് ഗൂഗിൾ തന്നെയാണ്. അപ്പോൾ അത് കുറച്ചും കൂടി ഷോർട്ടായിട്ട് നമുക്ക് ChatGPT, DeepSeek കുറച്ചുകൂടി ഷോർട്ടായിട്ട് നമുക്ക് ആൻസറുകൾ കിട്ടും. അപ്പോൾ ഇപ്പോൾ ടീച്ചേഴ്സിനേക്കാൾ കൂടുതൽ സ്റ്റുഡൻസിന് മെൻറ്ററെയാണ് ആവശ്യം. കാരണം ഇൻഫർമേഷൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻസിൽ നിന്ന് എന്താണ് സെലക്ട് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്താണ് ഞാൻ പഠിക്കേണ്ടത്, എന്താണ് പ്രോബ്ലം, അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് സ്റ്റക്ക് വരാം. അപ്പോൾ അവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് അവരെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു മെൻറ്ററെയാണ് ഇപ്പോൾ കൂടുതൽ ആവശ്യം. ശരിക്കും അതാണ് നമ്മൾ ഇപ്പോഴത്തെ സമൂഹത്തിനെ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു മെൻറ്ററുടെ ഹെൽപ്പാണ് ആവശ്യം എന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഒരു മെൻറ്റർ. അവിടുത്തെ കോഴ്സുകളൊക്കെ എങ്ങനെയാണ് വ്യത്യസ്തമാവുന്നത്? ഇപ്പം അവിടുത്തെ കോഴ്സുകൾ എന്ന് പറഞ്ഞാൽ ഞങ്ങളിപ്പം ഒന്ന് വേറൊരു ഒരു തോട്ട് പ്രോസസ്സാണ് കംപ്ലീറ്റ്ലി ചെയ്യുന്നത്. അതായത് നമുക്കിപ്പോൾ എപ്പോഴും നല്ല പ്രൊഡക്റ്റ്, അതായത് വേറൊരു ലെവലിലാണ് ക്യാമ്പസിനെ ഞാൻ കാണുന്നത്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇപ്പോൾ ഞാൻ ടെക് കമ്പനി നടത്തിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഫിലിംസ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് കിട്ടാവുന്ന ഒരു നെറ്റ്വർക്ക്, ഒരു ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഞാൻ ഒരുപാട് കമ്പനികളുടെ CEOs ആയിട്ടും CTOs ആയിട്ടും ഫൗണ്ടേഴ്സായിട്ടും ഒക്കെ കണക്ട് ചെയ്യും. ഇപ്പോൾ ഇന്ത്യയിലായാലും US-ലായാലും ഒക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ നമ്മളെ ഒരു വേറെ രീതിയിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മുന്നേ നടത്തിയിരുന്ന കോളേജിലേക്കൊക്കെ അവർ പ്ലേസ്മെൻറ്റ്സിന് വരാം, അല്ലെങ്കിൽ റിക്രൂട്ട്മെൻറ്റിന് വരാം എന്ന് പറയും. പക്ഷെ മിക്കപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് അവർക്ക് എടുക്കാൻ മാത്രമുള്ള സ്റ്റഫ് എൻ്റെ ക്യാമ്പസുകളിൽ അല്ലെങ്കിൽ നോർമലുള്ള കോളേജുകളിൽ അങ്ങനെയുള്ള ആൾക്കാരെ കിട്ടാറില്ല. അപ്പോൾ ഞാൻ വേറൊരു തോട്ട് പ്രോസസ്സിലാണ് ചിന്തിച്ച് ഒരു ക്യാമ്പസ്, അപ്പോൾ ഞാൻ കൂടുതൽ യൂണിവേഴ്സിറ്റികളെല്ലാം പഠിപ്പിച്ചപ്പോൾ ശരിക്കും ഒരു യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ ഒരു ക്യാമ്പസ് എങ്ങനെയാണ് ഡിഫറെൻ്റ് ആവുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സക്സസ് ആവുക എന്ന് പറയുന്നത് അവിടുത്തെ അലുമിനിയാണ്. ഇപ്പം നമ്മൾ ഹാർവാർഡിലോ അല്ലെങ്കിൽ സ്റ്റാൻഫോർഡോ അതുപോലുള്ള യൂണിവേഴ്സിറ്റികളിൽ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ അലുമിനി എന്താണെന്ന് നോക്കിയിട്ടാണ് ആ അലുമിനി നെറ്റ്വർക്കിൽ കയറുക എന്നുള്ളതാണ്. അപ്പോൾ ആ അലുമിനി നന്നാവണം എന്നുണ്ടെങ്കിൽ ഇവിടെ നല്ല പ്ലേസ്മെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ നല്ല രീതിയിലുള്ള സ്റ്റുഡൻസിനെ ബിൽഡ് ചെയ്താൽ മാത്രമാണ് നല്ല കമ്പനികൾ പ്ലേസ്ഡ് ആവത്തുള്ളൂ. അങ്ങനെ കുറേ ഫസ്റ്റ് ബാച്ച് ഓഫ് ആൾക്കാർ അങ്ങനെ പ്ലേസ്ഡ് ആയാൽ മാത്രമേ അതിൻ്റെ ബാക്കിലേക്കുള്ള സ്റ്റുഡൻസ് അത്രയും നല്ല ക്വാളിറ്റിയിൽ വരുള്ളൂ. അപ്പോഴാണ് ഒരു വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻ നമുക്ക് ലോങ് ടൈമിൽ ബിൽഡ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ വളരെ ചെറുപ്പത്തിലാണ് ഇൻസ്റ്റിറ്റ്യൂഷൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ നോക്കുമ്പോൾ ബാക്കിയുള്ള ആൾക്കാരും 24 വയസ്സിലാണല്ലോ. ഈ സ്ഥാപനം തുടങ്ങുന്നത് വളരെ 10 years. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ബാക്കിയുള്ള കോളേജുകളെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു 60 years പ്ലസ് ഒക്കെ ഉള്ള ആൾക്കാരാണ്. ഒരു ഗിവിങ് ബാക്ക് ടു സൊസൈറ്റിയാണ്. അപ്പോൾ ഞാൻ കരുതുന്നത് എനിക്ക് ടൈമുണ്ട്, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്ത് വരാൻ ഉള്ള ടൈമുണ്ട്. അപ്പോൾ ഒരു 10 വർഷം കൊണ്ടൊക്കെ നല്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ബിൽഡ് ചെയ്താൽ മതി. അപ്പോൾ എന്തായിരിക്കും ഒരു ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, നേരത്തെ പറഞ്ഞ പോലെ നല്ല പ്ലേസ്മെൻ്റ് ഉള്ള ആൾക്കാരുണ്ടാകണം. അപ്പോൾ ഞാൻ അവിടെ നിന്നാണ് ഇങ്ങോട്ട് വർക്ക് ചെയ്തത്. നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കിയാലാണ് നല്ല പ്ലേസ്മെന്റ്. അപ്പം നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ എല്ലാ സ്ഥലത്തും നല്ല റോ മെറ്റീരിയൽ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. കറക്റ്റാണ് അല്ലേ? നല്ല റോ മെറ്റീരിയലിൽ നിന്ന് നല്ല പ്രൊഡക്റ്റ് ഉണ്ടാകത്തുള്ളൂ. പ്രത്യേകിച്ചും +2 വരെയൊക്കെ സ്റ്റുഡൻസിനെ, പാരൻസിനും +2 വരെയുള്ള കാര്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് പാരൻസ് നോക്കി പോകും. +2 കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് ഡിഗ്രി ലെവലിൽ വരുമ്പോൾ സ്റ്റുഡൻസ് കുറച്ച് അഴിഞ്ഞ് വിട്ട മോഡലിലാണ്. അപ്പോൾ ഇവർക്ക് എങ്ങോട്ട് വേണമെങ്കിൽ പോയി പാരൻസിനും വലിയ കൺട്രോളൊന്നും ഉണ്ടാവില്ല. അപ്പം ഞാൻ അവിടെ തന്നെ ചെക്ക് പോയിന്റ് മെൻറ്ററിലുണ്ട്. 75% PCM ഉള്ള സ്റ്റുഡൻസിനെ എടുക്കത്തുള്ളൂ. വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് ആ ഒരു റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഹൈ ക്വാളിറ്റി ഉള്ള സ്റ്റുഡൻസിനെ ട്രെയിൻ ചെയ്തിട്ട് ആ ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ. അപ്പോൾ അതൊരു ഒരു കട്ട് ഓഫ് ആണ്. ഞാൻ കരുതുന്നത് ഇനി മെൻറ്ററിൻ്റെതായിട്ടുള്ള ഒരു എൻട്രൻസ് നോക്കി മാർക്കല്ല, ഇത് ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാഷനും ഇതുമാണ് ഇമ്പോർട്ടൻ്റ് എന്നുള്ളൊരു നെക്സ്റ്റ് ലെവലിൽ കൊണ്ടുവരുന്നതാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ 75% PCM കട്ട് ഓഫ്. പക്ഷേ ഞങ്ങൾ ക്യാമ്പസിൽ ഒരു ആവറേജ് തന്നെ 92% വരെയൊക്കെയാണ് ആവറേജ് ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഇത്. ഞങ്ങൾക്ക് റിസൾട്ടും ഉണ്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് 91%, 86% റിസൾട്ട്. സിലബസ് മാത്രമല്ല അവിടെ പഠിപ്പിക്കുന്നത്. അല്ലല്ല, അവിടെ ഫോക്കസ് ചെയ്യുന്നത് ഇപ്പം റിസൾട്ട് ഓട്ടോമാറ്റിക്കലി ഇപ്പം സ്റ്റുഡൻസിന് ഉണ്ടാവണം എന്നുള്ളതാണ്.
അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു പ്രോബ്ലം കാണുന്നത് കരിക്കുലമാണ്. നമ്മളുടെ എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും കരിക്കുലം എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്യാൻ പറ്റത്തൊന്നുമില്ല. അതൊരു വലിയ പൊളിറ്റിക്കൽ ഇഷ്യൂ ആണ്, പ്രോസസ്സാണ്. എന്നാൽ വേൾഡ് ഭയങ്കര ഫാസ്റ്റായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ ഈ ഫൗണ്ടേഴ്സായിട്ടും ടെക് കമ്പനികളൊക്കെ ആയിട്ട് അറിയാവുന്നതുകൊണ്ട് എന്താണ് മാറ്റങ്ങൾ വരുന്നതെന്ന് നമുക്ക് അവരിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡസ്ട്രീസ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ടോപ്പ് കമ്പനികളുടെ AI സ്പെഷ്യലൈസ്ഡ് ആയിട്ടൊക്കെ വർക്ക് ചെയ്യുന്ന MNC കമ്പനികളുടെ അവരുടെ ഫൗണ്ടേഴ്സായിട്ടും CEOs ആയിട്ടും CDOs ആയിട്ടും ഡിസ്കസ് ചെയ്ത് അവരുടെ HR ഡിപ്പാർട്ട്മെൻറ്റായിട്ട് ഡിസ്കസ് ചെയ്ത് അവിടെ ഫ്രഷേഴ്സായിട്ട് വരുന്നവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ്. ഇപ്പോൾ ഒരു കമ്പനി ഒരു 18 മന്ത്സോളം ഒരു ഫ്രഷറുടെ മുകളിൽ സ്പെൻഡ് ചെയ്തിട്ടാണ് അവരെ എംപ്ലോയബിൾ ആക്കുന്നത്. അപ്പോൾ ഈ ടീമായിട്ട് നമ്മൾ സ്പെൻഡ് ചെയ്ത് അവരുടെ കരിക്കുലം, അതായത് ആ ഇൻഡസ്ട്രിയുടെ ഇവരെ നോളജ് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ആ കരിക്കുലം എടുത്തിട്ട് നമ്മളിവിടെ ഫസ്റ്റ് ഇയർ തൊട്ട് പഠിപ്പിക്കുക. ഫസ്റ്റ് സെമസ്റ്ററിൽ Day 1 മുതൽ നമ്മൾ ഈ സ്റ്റുഡൻസിനെ ആ കരിക്കുലം വെച്ചിട്ടാണ് എംപ്ലോയബിലിറ്റി ആണ്. അതെ, നമുക്ക് ആ ഒരു ഗ്യാപ്പ്, ഇവരെ ഫ്രഷറായിട്ട് ഒരു പ്ലേസ്ഡ് ആക്കുന്ന ഗ്യാപ്പ് നമുക്ക് ക്യാമ്പസിൽ സോൾവ് ചെയ്യാലോ. ആ സിലബസ് ഇവിടെ പഠിപ്പിച്ച്, അപ്പം നമ്മുടെ അവിടെ പഠിച്ചു പോകുന്ന ഒരു 4th ഇയറിൽ സ്റ്റുഡൻറ്റ് പ്ലേസ്ഡ് ആവുകയാണെങ്കിൽ 3 to 4 years ക്യാമ്പസിൽ അവൻ എക്സ്പീരിയൻസോട് കൂടിയാണ് പോകുന്നത്. ആ രീതിയിൽ അവരെ മോൾഡ് ചെയ്തെടുക്കുക എന്നുള്ളത്. കാരണം നമ്മുടെ ഇവിടെ സ്റ്റുഡൻസ് പ്ലേസ്ഡ് ആവുന്നത് വളരെ ചെറിയ സാലറിയിലാണ് പല കമ്പനികളിലും പ്ലേസ്ഡ് ആവുന്നത്. അങ്ങനെയൊക്കെ ഏത് സ്ട്രീം പഠിച്ചാലും അങ്ങനെ ചെറിയ സാലറിയിൽ. ഞാൻ ചിന്തിക്കുന്നത് അതെങ്ങനെ ഒരു 1.5 lakh പെർ മന്തിലേക്കൊക്കെ പ്ലേസ്ഡ് ആക്കാൻ പറ്റും. കാരണം ഞാൻ എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോഴാണ് ബിസിനസ് ചെയ്ത് തുടങ്ങി, അല്ലേ? ആരും ഇത് ചെയ്തിട്ടല്ല. ഇപ്പോൾ എൻ്റെ സ്കില്ല് ഞാൻ കണ്ടെത്തി. അതുപോലെ ഇപ്പോഴുള്ള എല്ലാ സ്റ്റുഡൻസിനും സ്കില്ലുണ്ട്. ഇപ്പോൾ കുറച്ചും കൂടി കൂടുതലാണ് സ്റ്റുഡൻസിൻ്റെ, കാരണം അവർക്ക് കിട്ടുന്ന ഓപ്പർച്യൂണിറ്റീസ് അധികമാണ്. കാരണം അവർ ലാപ്ടോപ്പും മൊബൈലും കാര്യങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഉപയോഗിച്ച് വരുന്നതുകൊണ്ട് അവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എംപ്ലോയബിൾ ആവാനുള്ള ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ഞങ്ങളുടെ ക്യാമ്പസിൽ ഉച്ച വരെയാണ് ഞങ്ങൾ യൂണിവേഴ്സിറ്റി കരിക്കുലം ഫോളോ ചെയ്യുന്നുള്ളൂ. നേരത്തെ ക്ലാസ് തുടങ്ങും, ഉച്ച തൊട്ട് നമ്മൾ അഡീഷണൽ കരിക്കുലമാണ് ഈ പറയുന്ന കമ്പനികളുടെ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിൽ ആയിട്ട് ഡിസ്കസ് ചെയ്ത് അവരായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഇൻഡസ്ട്രി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കരിക്കുലമാണ് ഫസ്റ്റ് സെമസ്റ്റർ തൊട്ട് പഠിപ്പിക്കുന്നത്. സെക്കൻഡ് സെമസ്റ്റർ ആകുമ്പോഴേക്കും അവർ സ്വന്തമായിട്ട് പ്രൊജക്റ്റ് ചെയ്യാനുള്ള ലെവലിലേക്ക് എത്തും. ഫസ്റ്റ് ഇയർ കഴിയുമ്പോൾ തന്നെ ഫസ്റ്റ് ഇയറിൽ തന്നെ അവർക്ക് ഇന്റേൺഷിപ്പ് മൾട്ടിനാഷണൽ കമ്പനികളിൽ, ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് ക്വാളിറ്റി ഉള്ളതുകൊണ്ട് അവരെ ട്രെയിൻ ചെയ്തിട്ടുള്ള സ്റ്റുഡൻസും ആയതുകൊണ്ട് കമ്പനികളിൽ ഇന്റേൺഷിപ്പിന് വിടുമ്പോൾ അവർക്കും താല്പര്യമോ. കാരണം അവർക്കൊരു കണ്ടിന്യൂസ്ലി ഒരു 3 years ഇവരെ ഇന്റേൺഷിപ്പിൽ കിട്ടിയാൽ അവർക്ക് തന്നെ ഇവർ അക്വയർ ചെയ്യാം. വെരി ഗുഡ് അല്ലേ? ആ ഒരു തോട്ട് പ്രോസസ്സിലാണ് ഒരു ഡിഫറെന്റ് ആയിട്ടാണ് ക്യാമ്പസ് റൺ ചെയ്യുന്നത്. ഈ മെന്റോർ കൊണ്ട് ശംസുദ്ദീൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഭാവി പരിപാടികൾ എന്താണ്? അതായത് എനിക്ക് ഈ മെന്ററിന്റെ ഈ ടോട്ടൽ കൺസെപ്റ്റ് എൻ്റെ രീതിയിലൊരു പുതിയ ആശയമായിട്ട് വന്നത്, ഞാൻ ഒരിക്കൽ കോവിഡിന് മുൻ 2018 US വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ സിലിക്കൺ വാലി വിസിറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടുത്തെ സ്റ്റാർട്ടപ്പ് മിഷൻ്റെ ഭാഗമായിട്ട് ഫൗണ്ടേഴ്സൊക്കെ ആയിട്ടുള്ള ഒരു യാത്രയായിരുന്നു. അപ്പോൾ നമ്മൾ സിലിക്കൺ വാലി എന്ന് പറഞ്ഞാൽ നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇവിടുത്തെ ഇൻഫോ പാർക്ക്, ടെക്നോ പാർക്ക്, കുറേ ബിൽഡിംഗ് ഒക്കെ ആയിട്ടുള്ള ഒരു സിറ്റി ആയിരിക്കും നമ്മൾ പോയി കാണുന്നതെന്നാണ്. പക്ഷെ ആക്ച്വലി സിലിക്കൺ വാലി എന്ന് പറയുന്ന ഒരു മൈൻഡ് സെറ്റാണ്, ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അവിടെ കുറേ ഇൻവെസ്റ്റേഴ്സും കുറേ ഫൗണ്ടേഴ്സും കുറേ ഇന്നോവേറ്റേഴ്സും ഇൻവെൻറ്റേഴ്സുമായിട്ടുള്ള ആൾക്കാരുടെ ഒരു എക്കോ സിസ്റ്റമാണ്, ഒരു മൈൻഡ് സെറ്റ്. അത് അവിടെ കോഫി ഷോപ്പുകളിലും ഇതിലൊക്കെ ആയിട്ട് ഡിസ്കഷൻ നടക്കുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം സിലിക്കൺ വാലി എന്നുള്ള പേരിലുണ്ട്. പക്ഷേ ബിൽഡിങ്ങുകൾ ഇപ്പോൾ ഒരു ആപ്പിളിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സും അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ മെറ്റയൊക്കെ ഞങ്ങൾ അന്ന് വിസിറ്റ് ചെയ്തായിരുന്നു. ഫേസ്ബുക്ക് ഹെഡ്ക്വാർട്ടേഴ്സും പണ്ടത്തെ സൺ മൈക്രോ സിസ്റ്റത്തിൻ്റെ നിർത്തിപ്പോയ കമ്പനിയാണ് ഫേസ്ബുക്കിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് ആയിട്ട്. ഇപ്പോഴും ആ സൺ മൈക്രോ സിസ്റ്റത്തിന് ഞങ്ങൾ പോകുമ്പോൾ ബാക്കിൽ ലോഗോ ഉണ്ട്. അതൊക്കെ ഞങ്ങൾ പോയി വിസിറ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ സിലിക്കൺ വാലി എന്ന് പറയുന്നത് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ചുറ്റുമാണ് ഈ മൈൻഡ് സെറ്റ് വർക്ക് ചെയ്യുന്നത്. കറക്റ്റ്. അപ്പോൾ ഈ സ്റ്റാൻഫോർഡ് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ വലിയ യൂണിവേഴ്സിറ്റിയാണ്. അപ്പോൾ അവിടെ എങ്ങനെ ഇത് സംഭവിച്ചു അതാണ് നോക്കിയത്. അപ്പോൾ ഇനീഷ്യലി അവിടെ സംഭവിച്ചത് കഴിഞ്ഞാൽ അവിടുത്തെ സ്റ്റുഡൻസ് ചെയ്തിരുന്ന പ്രൊജക്റ്റുകൾ, ആ പ്രൊജക്റ്റുകളെ ബിസിനസ് വാല്യൂ ഉള്ള പ്രൊജക്റ്റുകളായിട്ട് അവിടുത്തെ പ്രൊഫസേഴ്സ് കൺവേർട്ട് ചെയ്തു. അപ്പോൾ അതിന് സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിക്കും അതിൽ സ്റ്റേക്ക് ഉണ്ട്, ആ പ്രൊഫസേഴ്സിനും സ്റ്റേക്ക് ഉണ്ട്. അവിടെയാണ് മെൻറ്ററിങ് എന്ന് പറയുന്ന സിസ്റ്റം വരുന്നത്. കറക്റ്റ്. അവിടെ ഇവർക്കും ഈ പ്രൊഫസേഴ്സിനും ഇവരെ മെൻറ്റർ ചെയ്യുന്നതുകൊണ്ട് സ്റ്റേക്ക് ഉണ്ട്,
ഈ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോജക്റ്റുകൾ ബിസിനസ് മോഡലാക്കി ബിസിനസ്സാക്കി മാറ്റുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ ഇവിടെ ഇപ്പോൾ നമുക്കറിയാം ഇവിടെ സ്റ്റുഡൻസ് പ്രോജക്റ്റുകൾ ചിലപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുക, അത്ര ഒരു സീരിയസ്നെസ് കൊടുക്കുന്നല്ലോ. അവിടെ ആ സീരിയസ്നെസ് കൊടുത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈവൻ ഗൂഗിൾ പോലും ഉണ്ടായിട്ടുള്ളത്. ഗൂഗിൾ പോലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത്. ആ ഗൂഗിളിന് പോലും പ്രൊഫസറായിരുന്ന രാജീവ് മോഡ്വാനി എന്ന് പറയുന്ന ഒരു ഇന്ത്യനായിരുന്നു അവരെ മെൻറ്റർ ചെയ്തത്. അപ്പോൾ ആ ഒരു സിസ്റ്റം എങ്ങനെ നമുക്ക് കേരളത്തിൽ ചെയ്യാൻ പറ്റും, നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അങ്ങനെ ഒരു എക്കോ സിസ്റ്റം എങ്ങനെ ബിൽഡ് ചെയ്യാൻ പറ്റും, അതാണ് മെൻറ്ററിൻ്റെ ഒരു കൺസെപ്റ്റ്. അപ്പം നമ്മൾ നല്ല സ്റ്റുഡൻസിനെ പിക്ക് ചെയ്യുന്നു, അവരെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുന്നു, അവരിൽ നിന്ന് അവർ ഇപ്പോൾ ഞങ്ങൾ സെക്കൻഡ് സെമസ്റ്റർ തൊട്ടിട്ട് തന്നെ ഞങ്ങൾ പ്രൊജക്ട്സ് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. സ്റ്റാർട്ടപ്പ് പോലെ തന്നെ. ഇപ്പം ഞങ്ങൾ ഇപ്പം ക്യാമ്പസിൽ നമ്മൾ MSL എന്ന് പറഞ്ഞിട്ട് മെൻറ്റർ സ്റ്റാർട്ടപ്പ് ലീഗ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതായത് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ സ്റ്റുഡൻസിനെ നമ്മളൊരു 8 ഗ്രൂപ്പുകളായിട്ട് തിരിച്ചിട്ട് 1 lakh ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. 1 lakh ക്യാഷ് പ്രൈസ് കൊടുക്കുക. ഞങ്ങൾക്ക് വേണമെങ്കിൽ മൊത്തം കേരളത്തിൽ 1 lakh ക്യാഷ് പ്രൈസ് കൊടുത്താലും എല്ലാ സ്റ്റുഡൻസും വരെ. ഞങ്ങൾ ഇത് ക്യാമ്പസിനുള്ളിൽ മാത്രമേ ചെയ്യുന്നത്. കാരണം അത് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കും, കൾച്ചർ ഉണ്ടാക്കും. അതുമാത്രമല്ല നമ്മൾ കുറേ സ്ട്രക്ചർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. ആ സ്ട്രക്ചറിൻ്റെ ഭാഗം ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്ന പ്രൊജക്റ്റുകൾ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ടെക് പ്രൊജക്റ്റുകൾ റവന്യൂ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ റവന്യൂ കിട്ടും. ഞാനൊരു സാധനം ചെയ്യുന്ന പ്രോജക്റ്റ് പല ഐഡിയയും ഇവർ പിച്ച് ചെയ്യുന്ന സമയത്തും ബിൽഡ് ചെയ്യുന്ന സമയത്തും ഇതിന് ആൾക്കാർ എമൗണ്ട് തരും. എന്താണ് അവിടെയാണ് ശരിക്കും പ്രോബ്ലം സോൾവിങ്ങിനെ പറ്റിയിട്ട് അവർ പഠിക്കുക. കാരണം എല്ലാ ആൾക്കാരും ലൈഫിൽ ചെയ്യുന്നത് പ്രോബ്ലം സോൾവിങ് ആണല്ലോ, അല്ലേ? ഇപ്പം ആ പ്രോബ്ലം സോൾവിങ് മൈൻഡ് സെറ്റ് അവിടെ നിന്നുണ്ടാവും, ആ ഒരു തിങ്കിങ് അവിടെ നിന്നുണ്ടാവും, ഒരു തോട്ട് പ്രോസസ്സ് ഉണ്ടാവും. ഇത് സ്റ്റുഡൻസിൽ ഉണ്ടാക്കുന്ന എക്സ്പോഷർ ഭയങ്കര അധികമായിരിക്കും. അവൻ നാളെ ബിസിനസ് ചെയ്തില്ലേ പോലും അവനൊരു സ്ഥാപനത്തിൽ പോയ പോലെ അതാണ് നമ്മൾ ലക്ഷ്യം. അതായത് ഈ സ്റ്റാർട്ടപ്പുകൾ വിജയിക്കണമെന്നുള്ളതോ ഇവർ ചെയ്യുന്ന അല്ലെങ്കിൽ 8 സ്റ്റാർട്ടപ്പ് വിജയിക്കുക എന്നുള്ളതല്ല നമ്മുടെ പ്രൈമറി ഫോക്കസ്. അവരിൽ ഉണ്ടാവുന്ന എക്സ്പോഷർ ഭയങ്കര അധികമായിരിക്കും. ഈ എക്സ്പോഷർ വെച്ചിട്ട് ഇവനൊരു കമ്പനി വർക്ക് ചെയ്യാൻ പോയി അവിടെ കോഡ് ചെയ്യുകയാണെങ്കിൽ പോലും അവന് തോന്നും, അവൻ്റെ ആ ഒരു ബിസിനസ് തിങ്കിങ് ഉള്ളതുകൊണ്ട് അവന് ചെയ്യുന്ന കാര്യം വളരെ മനസ്സിലാവും. അവൻ എന്താണ് ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നതെന്ന് വേറെ. അല്ലെങ്കിൽ ഞാനൊരു ഭാഗമായിട്ടൊരു കോഡിങ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു പ്രോസസ്സ് ചെയ്യുക, ജോബ് ഒരു പ്രോസസ്സായി മാറും. നേരത്തെ പറഞ്ഞ പാഷൻ അവിടെ വർക്ക് ചെയ്യില്ല. അല്ലെങ്കിൽ അതിന്റെ എൻഡ് റിസൾട്ട് എന്താണെന്ന് തിങ്ക് ചെയ്യും. നല്ല ഉദ്ദേശത്തോടെ എന്തെങ്കിലും നമ്പേഴ്സ് മനസ്സിലുണ്ടോ? ഉണ്ട് 100%. ഇപ്പൊ 2 തരത്തിലും ഇപ്പൊ ഞാൻ ചിന്തിക്കുന്ന ഒരു രീതിയിൽ ഇതിലെ സ്റ്റാർട്ടപ്പായിട്ടും അവിടെ ബിൽഡായി വരണം. ഒരു 1000 സ്റ്റാർട്ടപ്പ് എങ്കിലും മെൻറ്ററിൽ നിന്ന് അടുത്ത 5 years കൊണ്ട് ഉണ്ടാവണം. ഒരു 10,000 പ്ലേസ്മെന്റ്സ് ഉണ്ടാവണം, ഹൈ സാലറിഡ് പ്ലേസ്മെന്റ്സ്. ഞാൻ ചെറിയ സാലറി പ്ലേസ്മെന്റ്സിലേക്ക് ഇത് ചെയ്യുന്നില്ല. കാരണം ഇപ്പോൾ ഞാൻ ഒരുപാട് ഫൗണ്ടേഴ്സായിട്ടും ഒരുപാട് CTOs ഇവരത്തൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഇങ്ങനെ സ്റ്റാർട്ടപ്പ് ചെയ്ത് ഫെയിലർ ആയിട്ട് വരുന്ന ഒരു ആളാണെങ്കിലും 100% വെൽക്കം ആണ്. കാരണം ബിസിനസ് അറിയാവുന്ന ഒരാളെ അവര് നോക്കിയിരിക്കുന്നത് വളരെ യുണീക്ക് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് മെന്റോർ എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഒരു റെവല്യൂഷൻ തന്നെ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഒരു കോളേജ് തന്നെയാണ്. കാരണം തങ്ങളെ പോലൊരു യുവാവിനെ അങ്ങനെ ചിന്തിക്കാൻ പറ്റുള്ളൂ. പുതിയ ജനറേഷനിലെ ആൾക്കാർ ഇങ്ങനെ ചിന്തിച്ചാലേ നമ്മുടെ ആ പഴയ സിലബസ് ഒക്കെ പൊളിച്ച് നമുക്ക് കോർപ്പറേറ്റിൽ ഞാനും ഈ അടുത്ത് നമുക്ക് വേണ്ടത് പ്രാക്ടിക്കലായിട്ട് പണി അറിയാവുന്ന അല്ലെങ്കിൽ ആ പണി ചെയ്യാൻ ആറ്റിറ്റ്യൂഡ് കറക്ഷൻ ചെയ്ത് വരുന്ന ആളെയാണ്. എക്സലന്റ് തോട്ട്. അത് നന്നായി വരട്ടെ. തിരിച്ച് നമുക്ക് സിനിമയിലോട്ട് പോവാം. സിനിമയില് ഭാവി സ്വപ്നങ്ങൾ എന്തൊക്കെയാണ്? സിനിമയിൽ ഭാവി ഇപ്പോൾ ഞാനിപ്പോൾ ചെയ്ത പടങ്ങളെന്നെല്ലാം കുഴപ്പമില്ലാതൊക്കെ പോയതുകൊണ്ട് അടുത്ത കുറച്ച് നല്ല പടങ്ങളുണ്ട്. നല്ല ഡയറക്ടേഴ്സ് ഇപ്പം നമുക്ക് നല്ല ഒരു എക്കോസിസ്റ്റവും കാര്യങ്ങളെല്ലാം നമ്മൾ സിനിമ പ്രൊഡക്ഷനും എല്ലാം കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ഡയറക്ടേഴ്സും നല്ല റൈറ്റേഴ്സും നമ്മുടെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പം ജിസ് ജോയ്, ആസിഫ് അലി, ബോബി സഞ്ജയ് സ്ക്രിപ്റ്റുള്ള ഒരു പടമുണ്ട്. മനു അശോകൻ ഡയറക്റ്റ് ചെയ്യുന്ന ബോബി സഞ്ജയ് സ്ക്രിപ്റ്റുള്ള ഒരു പടമുണ്ട്. വേറൊരു അടുത്തൊരു പ്രോജക്റ്റ്, ഒരു പുതിയ 2 റൈറ്റേഴ്സിൻ്റെ പ്രോജക്റ്റുകൾ, പ്രോമിനൻ്റ് ആക്ടേഴ്സ് വെച്ചിട്ടാണ് ഞാനത് ഫുൾ സെറ്റായിട്ടുള്ളത്. അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ 2-3 പ്രോജക്റ്റുകൾ അല്ലാതെയും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. 2 പ്രോജക്റ്റ് ഈ വർഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. പിന്നെ ഒരു വെബ് സീരീസ് ഐസ് എന്ന് പറയുന്ന സോണി ലൈവിന് വേണ്ടിയിട്ടുള്ള വെബ് സീരീസ് ഫൈനൽ സ്റ്റേജ് ഓഫ് പോസ്റ്റ് പ്രൊഡക്ഷൻ. അത് സ്വന്തമായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത് സ്വന്തമായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോജക്റ്റ്. അതിനിടയിൽ വേറൊരു മോഡലും കൂടി ഉണ്ടാക്കി പ്രൊഡക്ഷനിൽ. പ്രൊഡക്ഷനിൽ ഇപ്പോൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് പ്രൊഡ്യൂസേഴ്സിൻ്റെ എമൗണ്ട് പോയിട്ടുണ്ട്. അപ്പോൾ അതിലെൻ്റെ കുറേ ഫ്രണ്ട്സിൻ്റെ എമൗണ്ട് പോയിട്ടുണ്ട്. കുറേ പേർക്ക് കുറേ ആൾക്കാരൊക്കെ ലോസ് ഉണ്ടാവും, പക്ഷെ അവരാരും തുറന്നു പറയില്ല.
എല്ലാവരും ഇറക്കി പൈസ കിട്ടിയെന്നൊക്കെ പറയും. പക്ഷെ നമുക്കറിയാലോ ലോസ് ഉണ്ടായിരുന്നുള്ള കാര്യം. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാറുണ്ട്. ഞാൻ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനെ വെച്ചിട്ടുള്ള പടങ്ങൾ, കുറച്ച് കൂടുതൽ പടങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. പക്ഷെ എങ്കിലും കോംപ്രമൈസ് ചെയ്തിട്ടുള്ള പടങ്ങൾ ചെയ്യില്ല. നല്ല ഹൈ ക്വാളിറ്റി ഉള്ള പടങ്ങൾ നോക്കി നല്ല ഇൻവെസ്റ്റേഴ്സ് കൊണ്ട് നല്ല ecosystem ഇൻവെസ്റ്റേഴ്സിനെ build കൊണ്ട് ചെയ്ത് താങ്കൾക്കൊരു 3 സൂപ്പർ ഹിറ്റ് ഉണ്ടാക്കിയ ബാക്ക്ഗ്രൗണ്ട് ഉള്ളതുകൊണ്ട് അറിയാം. അത് അപ്പൊ പലതും പല ആൾക്കാരും ഇവിടെ വന്ന് പണം നഷ്ടപ്പെടുന്നതിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടാണ്. അതെ, പഠിക്കാത്തത് ബിസിനസ്സായി തന്നെ കണ്ട് നന്നായിട്ടൊരു ഔട്ട്പുട്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റും ടീമും ഉണ്ടാക്കിയാൽ വിജയിക്കാനുള്ള സാധ്യത കൂടുതലാണ്. താങ്കളുടെ ഭാഷ പറഞ്ഞ 20%. അതെ, ആ 20% എത്തുക എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ എല്ലാം സക്സസ്ഫുൾ ആവണമെന്നില്ല. ബട്ട് ആ 20% അടുത്തേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസം. മിക്കവാറും സിനിമയിലെ പരാജയങ്ങളുടെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെപ്പറ്റി വ്യക്തമായി പഠിക്കാതെ, വ്യക്തമായി പ്ലാനിങ് ഇല്ലാതെ ഉള്ള എക്സിക്യൂഷൻസും കാര്യങ്ങളുമാണ്. അപ്പോൾ ചിലപ്പോൾ ചിലർ ചോദിക്കും, ലാലേട്ടൻ്റെ പടങ്ങളും മമ്മൂക്കയുടെ പടങ്ങളും അതേപോലെ വലിയ സ്റ്റാറുകളുടെ പടങ്ങളും പരാജയപ്പെടുന്നുണ്ടല്ലോ, അവിടെയും ഒരുപാട് സാമ്പത്തിക നഷ്ടം ഉണ്ടാവുന്നുണ്ടല്ലോ എന്നൊക്കെ. അതും സത്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ സൂപ്പർ ഹിറ്റിന് ഫോർമുലയൊന്നുമില്ല. പക്ഷേ നമുക്ക് ഓരോ പ്രൊഡക്റ്റിനും, നമുക്കിപ്പോൾ ഒരു ബിസിനസ് ചെയ്യുമ്പോൾ അറിയാലോ, നമുക്കൊരു ബിസിനസ്സിന് ഇത്രയാണ് ക്യാപിറ്റൽ നമുക്ക് ഉപയോഗിക്കേണ്ടതെന്ന്. അപ്പോൾ ഓരോ പ്രൊഡക്റ്റിലും ഇതൊക്കെ ഒരു ഫോർമുലയുടെ ഭാഗമാണ്. അതായത് ഓരോ സിനിമയുടെ, ഇപ്പോൾ ഒരു പുതിയ ആൾക്കാരെ വെച്ച് നമ്മളൊരു സിനിമ ചെയ്യുവാണെങ്കിൽ അതിന് ഒരു എമൗണ്ട് ഉണ്ട്. ആ ബഡ്ജറ്റിൽ നിന്നിട്ട് ആ എമൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഓരോ ആക്ടേഴ്സിനും അതുപോലെ ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. അവർക്ക് വരാവുന്ന ബിസിനസ്സിന് ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. ആ ബാൻഡ് വിഡ്ത്തിൽ നിന്നിട്ട് ചെയ്താൽ ആ പ്രോജക്റ്റ് സക്സസ്ഫുൾ ആയിരിക്കും, അല്ലെങ്കിൽ സേഫ് ആയിരിക്കും. ഇത് ആ ബാൻഡ് വിഡ്ത്തിന് മുകളിലേക്ക്, ഇപ്പോൾ ഒരു 10 കോടിക്ക് ഒരു ആക്ടറെ വെച്ച് ചെയ്യാവുന്ന ഒരു പ്രോജക്റ്റ് 30 കോടിക്ക് ചെയ്താൽ അവിടെ 20 കോടി റിസ്ക്കാണ്. തീർച്ചയായും ഇതൊക്കെയാണ് അതിൽ പഠിക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ പ്രൊഡ്യൂസർ അസോസിയേഷൻ എന്തുകൊണ്ട് അങ്ങനെ ഒരു വാണിംഗ് കൊടുക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിൽ മിക്കവാറും പല ആൾക്കാരും പല ഈ സാറ്റലൈറ്റ് കിട്ടും, ആ റൈറ്റ്സ് പോവും, ഈ റൈറ്റ്സ് പോവും, ഇത്ര കോടി വന്നു ടേൺ ഓവർ എന്നൊക്കെ പറഞ്ഞ് കുറേ മിസ് ഇൻഫർമേഷൻസ് ഒരുപാട് കൊടുക്കുന്നുണ്ട്. അപ്പം അതാണ് ശരിക്കും പ്രൊഡ്യൂസർ അസോസിയേഷൻ വ്യക്തമാക്കുന്നത്. ഞാനൊരു സിനിമ കാണുന്ന ഒരു പ്രേക്ഷകനാണ്. ഞാൻ പലപ്പോഴും സിനിമ കാണാൻ പോകുന്നപ്പോൾ ചില സിനിമകളൊക്കെ വരുന്നതിന് മുമ്പ് തന്നെ ഞാനത് ഫാമിലിയായിട്ട് നേരത്തെ തന്നെ ബുക്ക് ചെയ്ത് കളയും. ശരിക്കും ഒരു പ്രേക്ഷകൻ എന്ന് പറയുന്ന സിനിമയുടെ ഭാഗമാവുന്നത് ഏതൊക്കെ തലത്തിലാണ്? ഒരു പ്രേക്ഷകൻ ശരിക്കും, ഞാൻ സിനിമയെ 2 തരത്തിൽ കാണാറുണ്ട്. ശരിക്കും സിനിമ വേറെ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ആക്ച്വലി ഒരു പ്രേക്ഷകൻ ഒരു സിനിമയുടെ ഇൻവെസ്റ്റർ തന്നെയാണ്. കാരണം അത് പ്രീ ബുക്ക് ചെയ്യുമ്പോൾ ഒരു ഏർലിയർ ഇൻവെസ്റ്ററാണ്. അല്ലെങ്കിൽ ആ സിനിമ ഇറങ്ങിക്കഴിയുമ്പോൾ അവർ വരുന്ന എമൗണ്ട്, ഒരു ക്രൗഡായിട്ട് ഇത്രയും വന്ന എമൗണ്ട് വരുമ്പോഴാണ് അതിനൊരു ഇൻകം ഉണ്ടാവുന്നത്. ഒരു പ്രൊഡ്യൂസർ ആസ് എ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ അത് മുന്നിൽ കണ്ടുകൊണ്ട് എടുക്കുന്ന ഒരു 15 ലക്ഷം ആൾക്കാരെ ഡിസിഷനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു എക്സ്പെക്റ്റേഷന് മുന്നേ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളാണ് ഒരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നത്. എൻ്റെ ആക്ച്വലി ഒരു വൈൽഡ് ഒരു വിഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു ഗോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ആക്ച്വലി ഒരു സിനിമ കാണാൻ ടിക്കറ്റ് എടുക്കുന്ന ഒരാൾ ഒരു സിനിമയുടെ ഇൻവെസ്റ്ററായിട്ട് മാറുന്ന, അല്ലെങ്കിൽ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഓഫ് സിനിമ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റിലേക്ക് എത്തണം എന്നുള്ളതാണ് എൻ്റെ ഒരു ലാർജർ വിഷൻ ആക്ച്വലി സിനിമ ഇൻഡസ്ട്രിയിലുള്ളത്. സത്യത്തിൽ ആലോചിച്ചാൽ അങ്ങനെ തന്നെയാണത്. ശരിക്കും അങ്ങനെയാണ്. അതിലേക്ക് കോമൺ മാനും ഒരു സിനിമയുടെ ഭാഗമായി മാറുന്ന രീതിയിലേക്ക് എത്തണം. അതിൻ്റെ ആദ്യത്തെ പടിയാണ് ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിനെ വെച്ചിട്ട് സിനിമ ചെയ്യുന്ന ഒരു ലെവലിലേക്ക് എത്തുക എന്നുള്ളത്. ശംസുദ്ദീൻ, താങ്കൾ സിനിമാ മേഖലയിൽ വിജയിച്ച ആളാണ്. സംരംഭകൻ എന്ന നിലയ്ക്ക് വലിയ ആശയവുമായി വിജയിച്ച ഒരാളാണ്. നിരവധി ആൾക്കാരാണ് നമ്മുടെ ചെറുപ്പക്കാരെന്ന് ഓൺട്രപ്രണർഷിപ്പിലേക്ക് ഇറങ്ങുന്നത്. അങ്ങനെ വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ. അത്തരം ആൾക്കാരോട് ഒരു സംരംഭകൻ എന്ന നിലയ്ക്ക് എന്ത് ഉപദേശമാണ് കൊടുക്കാനുള്ളത്? ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, മണി ഈസ് എ ബൈ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞ് ചിന്തിക്കുക. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ പാഷനേറ്റായിട്ടും വളരെ ഇൻവോൾവായിട്ടും ആ കാര്യങ്ങൾ ചെയ്യുക. എന്ത് പ്രോബ്ലമാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത് എന്നുള്ളതിൽ വളരെ വ്യക്തമായ ധാരണ ഉണ്ടാവുക. അതിപ്പോൾ ഞാൻ സിനിമ എടുക്കാൻ പോകുന്നതിൻ്റെ എക്സാമ്പിൾ ആണെങ്കിൽ പോലും, ഞാൻ സ്ക്രിപ്റ്റ് നോക്കുമ്പോഴും അല്ലെങ്കിൽ ഒരു കഥ സെലക്ട് ചെയ്യുന്ന സമയത്തും എല്ലാം അത് ചിന്തിക്കുന്നതാണ്. എങ്ങനെയാണ് ഇത് ഒരു പ്രേക്ഷകന് കാണുമ്പോൾ അവരിലുണ്ടാവുന്ന, അവർക്ക് എന്ത് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ 1983 എന്ന് പറഞ്ഞ സ്റ്റോറിയിലാണെങ്കിലും
ഒരു അച്ഛൻ മോൻ ബന്ധം, ആ അച്ഛൻ മോൻ ബന്ധത്തിൻ്റെ ഒരു കഥയാണ് പറയുന്നത്. ഇതൊരു ക്രിക്കറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ പറയുന്നു. ഭയങ്കര ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. എനിക്കത് റിലേറ്റ് ചെയ്യാൻ പറ്റിയോണ്ടാണ് അത് ചെയ്തത്. അപ്പം എന്ത് പ്രോബ്ലമാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളതിൽ ഒരു വ്യക്തമായ ധാരണ ഉണ്ടാവുക. ഒരു ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പ്രൊഡക്റ്റ് ജസ്റ്റ് വാങ്ങിക്കുക വിൽക്കുക എന്നുള്ള രീതിയിലാകുവത്തോടു കൂടി ഒരു ലാഭം കിട്ടുക എന്നുള്ള മാത്രം ലക്ഷ്യത്തോടു കൂടി ഒരു കാര്യവും ചെയ്യാതിരിക്കുക. ആ ചെയ്യുന്ന കാര്യത്തിൽ ഒരു പർപ്പസ് ഉണ്ടാവുക. ആ പർപ്പസ് കൊണ്ട് സോൾവ് ചെയ്യുന്നതായിരിക്കണം. എങ്കിലും ഇപ്പം നേരത്തെ പറയുന്ന പോലെ തന്നെ ബിസിനസ് വയബിലിറ്റിയും കാര്യങ്ങളെല്ലാം പഠിക്കണം. അങ്ങനെ ബിസിനസ് ഒരു വലിയ ടാസ്ക്കാണ്. ഇപ്പോൾ ഈ 3% സക്സസ് റേറ്റ് ഉള്ളൂ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ അതൊരു വലിയ ടാസ്ക്കാണ്. അപ്പോൾ ഇപ്പോൾ അതേപോലെ തന്നെ നമ്മൾ സിനിമയിലൂടെ തന്നെ എക്സാമ്പിളായിട്ട് കൊണ്ടുവന്ന ടീം, ഒരു കോംപ്രമൈസ് ചെയ്യാത്ത ഒരു ടീമിൻ്റെ സ്ട്രെങ്ത്, അത് സിനിമയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും എല്ലാത്തിലും അത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ. അപ്പോൾ നമ്മൾ എവിടെ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ളതിന് വളരെ വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. നമ്മുടെ ക്യാഷ് ഫ്ലോ എന്നുള്ള വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. അത് നമുക്ക് എപ്പോഴും റിവ്യൂ ചെയ്യാൻ പറ്റണം. അപ്പോൾ ഈ 5 കാര്യങ്ങളും വ്യക്തമായിട്ട് തിരിച്ചടികൾ ഉണ്ടായ പതറുകയും ചെയ്യരുത്. അതെ, നമ്മുടെ വിജയം. ശംസുദ്ദീനും പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്. നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ്. നെവർ ഗിവ് അപ്പ് ആറ്റിറ്റ്യൂഡ് തന്നെയാണ് വിജയം. ശംസുദ്ദീന്റെ വിജയവും അത് തന്നെയാണ്. വലിയ സിനിമാ മോഹങ്ങളും അതോടൊപ്പം തന്നെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള മെന്റോറുമായിട്ടാണ് താങ്കളുടെ യാത്ര. ഉയരങ്ങളിലെത്തട്ടെ. ഇന്ന് ഈ ഒരു ചെറിയ ബ്രീഫായിട്ടുള്ള കോൺവെർസേഷനിൽ നമുക്ക് ഇഷ്ടമുള്ള 2 വിഷയം, ഞാനും ട്രെയിനിങ് കോച്ചിങ് രംഗത്താണ്, അതുകൊണ്ട് പഠനം, ഭാവി, കുട്ടികൾ അവരൊക്കെ നല്ല വിഷയമായിരുന്നു. ഇഷ്ടപ്പെട്ട ഒരു മേഖലയാണ് സിനിമയും. അതുകൊണ്ട് തന്നെ ഇതൊരു ഇൻട്രസ്റ്റിംഗ് കോൺവെർസേഷൻ ആയിരുന്നു. എൻ്റെ വ്യക്തിപരമായ പേരിലും സ്പാർക്കിൻ്റെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും താങ്കളുടെ ഇനിയുള്ള എല്ലാ സിനിമകളും സൂപ്പർ ഹിറ്റ് ആവട്ടെ. അതോടൊപ്പം മെന്റർ അതൊരു മെഗാ ഹിറ്റ് തന്നെ ആവട്ടെ എന്ന്, യൂണിവേഴ്സിറ്റി ആയി അതൊരു വലിയ മെഗാ ഹിറ്റ് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. സ്റ്റുഡൻസ് പഠിക്കുന്ന ഇതായി മാറട്ടെ. താങ്ക് യു. താങ്ക് യു സോ മച്ച്.